BJPയുടെ ചില ആളുകൾ നിയമസഭയ്ക്കകത്തോ പാർലമെൻറ്റിനകത്തോ പോകുന്നതിനെ മറ്റു രാഷ്ട്രീയ പാർട്ടികൾ ഭയപ്പെടുന്നു. അങ്ങനെ ഭയപ്പെടുന്നത് കൊണ്ട് അവർ എപ്പോഴും നിരീക്ഷിച്ച് വലിയ വലിയ ഫൈറ്റ് എങ്ങനെ ഈ മണ്ഡലത്തിൽ സൃഷ്ടിക്കാൻ സാധിക്കും എന്നുള്ള റിസർച്ചും അവർ നോക്കാറുണ്ട്. ശ്രീമാൻ മുരളീധരൻ നമ്മൾ കാണുന്ന പോലെയുള്ള ഒരാളല്ല. ഇദ്ദേഹം എല്ലാ മതത്തിൽപ്പെട്ടവരോടും ഒരേപോലെ സ്നേഹം കാണിക്കണ്ടേ? നമുക്ക് പാർട്ടി ഏൽപ്പിച്ചിട്ടുള്ള എല്ലാ ദൗത്യവും വളരെ കൃത്യതയോടുകൂടി സൂക്ഷ്മതയോടുകൂടി ചെയ്തു തീർക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത്, എന്നിരുന്നാലും ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ പരാജയങ്ങളെല്ലാം ഉണ്ടാകും, അത് ഞാൻ നിഷേധിക്കുന്നില്ല. എൻ്റെ പ്രവർത്തകരുടെ കഠിനാധ്വാനമാണ് ഈ പാർട്ടി. ഒരാൾ ഞങ്ങൾക്ക് കൈപ്പിടിച്ച് സഹായിക്കാൻ, പാവങ്ങളുടെ വേദന അറിയാവുന്ന ഒരാൾ വേണം എന്ന് ആഗ്രഹിക്കുന്ന ആലപ്പുഴയ്ക്ക് ഞാൻ തന്നെയാണ് ചേരുക. കാരണം എന്നെപ്പോലെ എന്തായാലും UDFൻ്റെ സ്ഥാനാർത്ഥിയോ LDFൻ്റെ സ്ഥാനാർത്ഥിയോ പട്ടിണിയുടെ വില അറിഞ്ഞിട്ടില്ല. അവർക്ക് ഏറ്റവും അടിത്തട്ടിലുള്ള ആളുകളുടെ ഹൃദയമിടിപ്പ് അറിയില്ല. അപ്പോൾ കിഴക്കിൻ്റെ വെനീസ് എന്ന് പറയുന്ന നമ്മുടെ ആലപ്പുഴ മഹാറാണിയായിട്ട് വിരാജിക്കേണ്ടതാണ്. യഥാർത്ഥത്തിൽ പദ്ധതികൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിരുന്നുവെങ്കിൽ. ഇന്ന് ആലപ്പുഴയിൽ വാശിയേറിയ ഒരു മത്സരം നടക്കുമ്പോൾ അവിടുത്തെ സ്ഥാനാർത്ഥികളും ഏറെ ശ്രദ്ധിക്കപ്പെടുകയാണ്. കാരണം മറ്റൊന്നുമല്ല, LDFൻ്റെ സിറ്റിംഗ് MP, UDFൻ്റെ മുൻ MP, അതോടൊപ്പം തന്നെ NDA സാരഥിയായി BJPയുടെ തന്നെ ഫയർ ബ്രാൻഡായ ശ്രീമതി ശോഭാ സുരേന്ദ്രനാണ് മത്സരിക്കുന്നത്. ശോഭാ സുരേന്ദ്രനെ കുറിച്ച് പറയുകയാണെങ്കിൽ മത്സരിച്ച മണ്ഡലങ്ങളിലൊക്കെ തന്നെ വോട്ട് ഷെയർ എത്രത്തോളം ഉയർത്താൻ കഴിയുമോ, ലഭിച്ചതിനെ ഇരട്ടിയിലധികമാക്കാൻ കഴിയുമോ എന്നുള്ള ഒരു വലിയ പ്രയത്നത്തിൽ തന്നെയാണ് നടത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇത്തവണ ആലപ്പുഴയിൽ മത്സര വിശേഷങ്ങൾ എന്തൊക്കെ എന്നുള്ളത് നമുക്ക് ശ്രീമതി ശോഭാ സുരേന്ദ്രനോട് തന്നെ ചോദിച്ചറിയാം. നമസ്കാരം, എന്തൊക്കെയുണ്ട് വിശേഷം? നമസ്കാരം ശ്രീമതി ശോഭാ സുരേന്ദ്രൻ. ആദ്യം തന്നെ അഭിനന്ദനം അറിയിക്കുകയാണ്. പ്രത്യേകിച്ചും ആലപ്പുഴയിലേക്ക് BJPയുടെ വേരോട്ടം കൂടുതൽ വളർത്താനായി ഈ ഒരു തെരഞ്ഞെടുപ്പ് സാധിക്കുമെന്നുള്ള പ്രതീക്ഷയാണ് നിലവിൽ എല്ലാ പ്രവർത്തകർക്കും ഉള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. എന്തുകൊണ്ട് ആലപ്പുഴ? വേരോട്ടം കൂട്ടുക എന്നുള്ളതല്ല, ഇത്തവണ ഇന്ത്യയുടെ പാർലമെൻറ്റിനകത്ത് ആരാധനായിട്ടുള്ള നരേന്ദ്രമോദിജിയോടൊപ്പം ആലപ്പുഴ പാർലമെൻറ്റ് മണ്ഡലത്തിലെ രാഷ്ട്രീയത്തിനതീതമായിട്ടുള്ള ആളുകളുടെ വോട്ടുകൾ നേടിക്കൊണ്ട് വിജയിച്ചു പോവുക എന്നുള്ളതാണ് ഞങ്ങൾ ലക്ഷ്യം വയ്ക്കുന്നത്. എന്തുകൊണ്ട് ആലപ്പുഴ എന്ന ചോദ്യത്തിനുത്തരം, ആലപ്പുഴയിൽ ശരിക്കും ഞാൻ തന്നെയാണ് വേണ്ടത്. പാവപ്പെട്ടവർ, കഷ്ടപ്പെട്ട് പണിയെടുത്ത് മുന്നോട്ട് വന്നവർ, വളരെയധികം ദാരിദ്ര്യം അനുഭവിച്ചിട്ടുള്ള ആളുകൾ, സ്വന്തം മക്കളെ പഠിപ്പിക്കാൻ സാധിക്കാതെ പാതി വഴിയിൽ പഠനം ഉപേക്ഷിച്ച് വിവാഹം കഴിച്ചു കൊടുക്കാൻ നിർബന്ധിക്കപ്പെട്ടവർ, മത്സ്യമേഖലയിൽ പോയി പണിയെടുത്ത് കിട്ടുന്ന ആ പൈസ പോലും, അധ്വാനിക്കുന്ന പൈസ പോലും അവരുടെ വീട്ടിലേക്ക് എത്താൻ പറ്റാതെ ഇവിടെ നിന്ന് കൊല്ലം മേഖലയിൽ പോയി പണിയെടുത്ത് 2000 രൂപ അധികം കൊടുത്ത് അധികം ചെലവ് ഉണ്ടാക്കി അവിടെ പോയി ജോലി ചെയ്ത് തിരിച്ചു വരികയാണ്. ഇവിടെ ഒരു നല്ല ഹാർബർ ഇല്ലാത്തതുകൊണ്ട്. അതായത് എല്ലാം കൊണ്ടും കർഷകരോട് ദ്രോഹം, ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികൾ ദുരിതം അനുഭവിക്കുന്നു, ഇവിടുത്തെ കയർ ഫാക്ടറികൾ പൂട്ടിക്കിടക്കുന്നു, കശുവണ്ടി മേഖല തകർന്നിരിക്കുന്നു. അതായത് ഒന്നുമില്ലാതായി പോയൊരു നാട്, എന്നാൽ അതിമനോഹരിയായിട്ടുള്ളൊരു നാട്. അപ്പോൾ കിഴക്കിൻ്റെ വെനീസ് എന്ന് പറയുന്ന നമ്മുടെ ആലപ്പുഴ മഹാറാണിയായിട്ട് വിരാജിക്കേണ്ടതാണ്. യഥാർത്ഥത്തിൽ പദ്ധതികൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിരുന്നുവെങ്കിൽ. അപ്പോൾ ഒന്നുമില്ലാത്ത വേദനിക്കുന്ന ഒരാൾ ഞങ്ങൾക്ക് കൈപ്പിടിച്ച് സഹായിക്കാൻ, പാവങ്ങളുടെ വേദന അറിയാവുന്ന ഒരാൾ വേണം എന്ന് ആഗ്രഹിക്കുന്ന ആലപ്പുഴയ്ക്ക് ഞാൻ തന്നെയാണ് ചേരുക. കാരണം എന്നെപ്പോലെ എന്തായാലും UDFൻ്റെ സ്ഥാനാർത്ഥിയോ LDFൻ്റെ സ്ഥാനാർത്ഥിയോ പട്ടിണിയുടെ വില അറിഞ്ഞിട്ടില്ല. അവർക്ക് ഏറ്റവും അടിത്തട്ടിലുള്ള ആളുകളുടെ ഹൃദയമിടിപ്പ് അറിയില്ല. അത് അവരുടെ കുറ്റമല്ല, അവരങ്ങനെയാണ് വളർന്നു വന്നത്. അവർ വളർന്നു വന്ന വഴിയിൽ അത്രയേറെ വേദനകൾ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് ഇവർക്ക് എന്നെ ഇഷ്ടപ്പെടാൻ സാധിച്ചു എന്നുള്ളതാണ്. ഈ കുറഞ്ഞ ദിവസത്തിനുള്ളിൽ എനിക്കത് ബോധ്യപ്പെട്ടു. അപ്പോൾ വിജയിക്കുക, അവർക്ക് വേണ്ടി അവരുടെ ശബ്ദമായി, അവരുടെ നാവായി പാർലമെൻറ്റിൽ പ്രവർത്തിക്കുക, ഇതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നിലവിൽ ആലപ്പുഴ മണ്ഡലത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ കൊല്ലം ജില്ലയുടെ കരുനാഗപ്പള്ളി മുതൽ അരൂർ വരെ നീണ്ടു കിടക്കുന്ന തീരദേശ മേഖലയിൽ നിന്നും പ്രത്യേകിച്ചും BJPയുടെ ഫയർ ബ്രാൻഡ് എന്നറിയപ്പെടുന്ന ശോഭാ സുരേന്ദ്രന് വോട്ട് കൂടുതൽ സമാഹരിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസമുണ്ട്. എല്ലാ മേഖലകളിൽ നിന്നും കിട്ടും. കാരണം എന്താണെന്ന് അറിയുമോ, തീരദേശത്തിന് വേണ്ടി പ്രത്യേകം ആരാധനായിട്ടുള്ള നരേന്ദ്രമോദിജി രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ആയതിനു ശേഷമാണ്, എത്രയോ പതിറ്റാണ്ടുകൾക്ക് ശേഷം നമ്മുടെ ഭാരതത്തിൻ്റെ, നമ്മുടെ രാജ്യത്തിൻ്റെ തീരദേശത്തുള്ള മനുഷ്യരെക്കുറിച്ച്,
അവർക്കാവശ്യമായ പദ്ധതികളെക്കുറിച്ച് ചിന്തിക്കുകയും പ്രഖ്യാപിക്കുകയും ഒരു വകുപ്പ് അവർക്ക് മാത്രമായിട്ട്, ഫിഷറീസ് എന്ന് പറയുന്ന ഒരു വകുപ്പ് ഉണ്ടായിരുന്നില്ല ഭാരതത്തിൽ. പക്ഷേ ഫിഷറീസിന് മാത്രമായിട്ട് ഒരു വകുപ്പ്, അതിന് ഏറ്റവും പരിണിതപ്രജ്ഞനായ ഗുജറാത്തിൽ നിന്നുള്ള ക്യാബിനറ്റ് മിനിസ്റ്ററായിട്ട് വന്നത് പർഷോത്തം രൂപാലാജി എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹമാണെങ്കിൽ പ്രകൃതിയെ ഏറെ സ്നേഹിക്കുന്ന, പരിസ്ഥിതി പോലും ഇഷ്ടമുള്ള, അദ്ദേഹത്തിന് തന്നെയാണ് അനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെൻറ്റും കൊടുത്തിട്ടുള്ളത്. പശുക്കളെ വളർത്താൻ താല്പര്യമുള്ള, പാവങ്ങളോട് വളരെ സ്നേഹവും ആർദ്രതയുമുള്ള, ഒരു പക്ഷേ ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രി പദവിയിലേക്ക് പോലും പലവട്ടം പേര് ചർച്ച ചെയ്യപ്പെട്ട ഒരു ക്യാബിനറ്റ് മിനിസ്റ്റർ ഫിഷറീസിൻ്റെ ഈ മേഖലയെ കൈകാര്യം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയ ഒരു കാലാംശമുണ്ടായിരുന്നു. പക്ഷേ ഗതികേടെന്ന് പറയട്ടെ, ആലപ്പുഴയ്ക്ക് വേണ്ടിയിട്ട് ഒരു പ്രൊജക്റ്റ് കൊടുക്കാനോ അദ്ദേഹത്തെ ഒന്ന് വീട്ടിൽ പോയി കാണാനോ, പാർലമെൻറ്റിൽ മാത്രം കണ്ടാൽ പോരല്ലോ, അദ്ദേഹവുമായിട്ട് ചർച്ച നടത്താനോ ഒന്നും സാധിക്കാത്ത ഒരു മുൻ MP ആണ് ആലപ്പുഴയിലുള്ളത്. അപ്പോൾ എന്തുകൊണ്ടും തീരദേശവാസികൾക്കറിയാം മത്സ്യസമ്പത്ത് യോജന ഉൾപ്പെടെയുള്ള പദ്ധതികൾ അവർക്ക് വേണ്ടി കൊണ്ടുവന്ന നരേന്ദ്രമോദി, അവർക്ക് ഇത്രയും വലിയൊരു വകുപ്പും അതിന് കോടിക്കണക്കിന് രൂപയും മാറ്റിവെച്ച നരേന്ദ്രമോദി, ആ നരേന്ദ്രമോദി വിശ്വസിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ NDAയുടെ സ്ഥാനാർത്ഥിയായിട്ട് ശോഭ വരുന്നു എന്ന് പറയുന്നത് തന്നെ മത്സ്യമേഖലയിലുള്ള ആളുകൾ അവർ മനസ്സിലാക്കാൻ പോവുകയാണ് അവരുടെ വിഷയങ്ങൾ പാർലമെൻറ്റിൽ എത്തും എന്നുള്ളത്. അതുകൊണ്ട് തീർച്ചയായിട്ടും തീരദേശത്തുള്ള ആളുകളുടെ വോട്ട് അത് BJPക്ക് അനുകൂലമായി മാറും. കാരണം അവർ അത്രയധികം അനുഭവത്തിൻ്റെ തീക്ഷ്ണതയുള്ളവരാണ്. ഇതുകൂടാതെ 2004 വടക്കാഞ്ചേരിയിൽ നിന്നും കന്യാംഗം, അതിനുശേഷം നിരവധി പോരാട്ടങ്ങൾ, എല്ലായിടത്തും വോട്ട് ഷെയർ പരമാവധി ബൂസ്റ്റ് ചെയ്യുക, കൂടുതൽ പ്രവർത്തകരെ, കൂടുതൽ നാട്ടുകാരെ BJPയിലേക്ക് അടുപ്പിക്കുക, BJPയിൽ ആത്മവിശ്വാസം പുലർത്തുക എന്ന രീതിയിലൊക്കെ കഴിഞ്ഞ തവണ പാലക്കാട് 2ാം സ്ഥാനത്ത് വരെ എത്തിയതായിരുന്നു. ജയിക്കുമെന്നുള്ള ശുഭപ്രതീക്ഷ ഏറ്റവും ഒടുവിൽ വരെ ഏവർക്കും ഉണ്ടായിരുന്നതാണ്. ആറ്റിങ്ങലിൽ അത് ഏവരും കണ്ടതാണ്, സാക്ഷ്യം വഹിച്ചതാണ്. അവിടെ ഉണ്ടായ അസാധാരണമായ അഭൂതപൂർവമായ ഒരു മാറ്റം തന്നെയാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. 92-ൽ നിന്ന് 2.5 ലക്ഷത്തിലേക്ക് കടന്നു. വലിയ തോതിൽ 15% വോട്ട് വർദ്ധിപ്പിക്കാൻ സാധിച്ചു. ആലപ്പുഴയെ സംബന്ധിച്ച് എങ്ങനെയാണ് BJP നോക്കിക്കാണുന്നത്, ശോഭാ സുരേന്ദ്രൻ നോക്കിക്കാണുന്നത്? നമുക്ക് പാർട്ടി ഏൽപ്പിച്ചിട്ടുള്ള എല്ലാ ദൗത്യവും വളരെ കൃത്യതയോടുകൂടി സൂക്ഷ്മതയോടുകൂടി ചെയ്തു തീർക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത്, എന്നിരുന്നാലും ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ പരാജയങ്ങളെല്ലാം ഉണ്ടാകും, അത് ഞാൻ നിഷേധിക്കുന്നില്ല. എൻ്റെ പ്രവർത്തകരുടെ കഠിനാധ്വാനമാണ് ഈ പാർട്ടി എന്ന് പറയുന്നത് ഞാൻ ഉൾപ്പെടെ ഞങ്ങളെല്ലാവരും ത്യാഗം ചെയ്തിട്ടുണ്ടാക്കിയതാണ്. കാരണം ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലാതെ, ഒരു MLA ഇല്ലാതെ, ഒരു മന്ത്രി ഇല്ലാതെ ഞങ്ങൾക്ക് പ്രതീക്ഷകൾ, ഞങ്ങൾ ഈ രാജ്യം ഭരിക്കും എന്ന് പ്രതീക്ഷിച്ചിട്ട് തുടങ്ങിയവരല്ല. ഞങ്ങളൊരു ഐഡിയോളജിക്കൽ കമ്മിറ്റ്മെൻറ്റിൽ നിന്ന് തുടങ്ങിയവരാണ്. അത് ഞങ്ങളുടെ ഏകാത്മ മാനവദർശനം എന്നുള്ള ഞങ്ങളുടെ ആപ്തവാക്യമാണ്. അതായത് അതാണ് യഥാർത്ഥത്തിലുള്ള സോഷ്യലിസം. ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അന്തരം കുറയ്ക്കുക എന്നത് മാത്രമല്ല, ഏറ്റവും അടിത്തട്ടിൽ കിടക്കുന്നവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക. അങ്ങനെ സമൂഹത്തിൻ്റെ കണ്ണായി മാറുന്ന ബിസിനസ്സുകാരോടൊപ്പം, ടെക്നോളജിസ്റ്റുകളോടൊപ്പം, ഇവിടുത്തെ അതിപ്രഗത്ഭന്മാരായിട്ടുള്ള ആളുകളോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഇവിടുത്തെ സാധാരണക്കാരനെയും കൊണ്ടുവരുന്ന ആ ഒരു ഐഡിയോളജിക്കൽ കമ്മിറ്റ്മെൻറ്റ് അത് പൊതുസമൂഹത്തിന് കൊടുത്തുകൊണ്ട് കടന്നു വന്നിട്ടുള്ള ഒരു പാർട്ടി എന്നുള്ള രീതിയിൽ ഞങ്ങൾക്ക് 2004 ഫൈറ്റ് എന്ന് പറയുന്നത്, അന്ന് ശ്രീമാൻ മുരളീധരനായിരുന്നു വടക്കാഞ്ചേരി ബൈ ഇലക്ഷനിൽ മത്സരിച്ചത്. ആ ശ്രീമാൻ മുരളീധരൻ എന്താ വടക്കാഞ്ചേരിയിലേക്ക് വന്നത്? വടക്കാഞ്ചേരിയിലെ ഭാരതീയ ജനതാ പാർട്ടിക്ക് കേവലം 4000-ലധികം വരുന്ന വോട്ടുകൾ മാത്രമേ അവിടെ ഉള്ളൂ. അവിടെ കോൺഗ്രസിനാണെങ്കിൽ 10,000-ലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ നാരായണ ഭട്ടതിരിപ്പാട് നാരായണൻ സാർ ജയിച്ച ഒരു വടക്കാഞ്ചേരി അസംബ്ലി മണ്ഡലമാണ്. അദ്ദേഹത്തിനെ യഥാർത്ഥത്തിൽ അവിടെ നിന്ന് രാജിവെപ്പിച്ചിട്ടാണല്ലോ ഇദ്ദേഹത്തിന് ബൈ ഇലക്ഷനിൽ മത്സരിക്കാനുള്ള സീറ്റ് കൊടുക്കുന്ന മുൻ MLA രാജിവെപ്പിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് എൻ്റെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് പോരാട്ടമാണിത് 2004. ആ സമയത്ത് ഞാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഇതുപോലെ തന്നെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പദവിയിൽ തന്നെയാണ് അന്നും പ്രവർത്തിക്കുന്നത്. അന്ന് ആരാധനായിട്ടുള്ള ശ്രീധരൻപിള്ള സാറാണ് സംസ്ഥാന അധ്യക്ഷൻ. അപ്പോൾ അദ്ദേഹത്തിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. അതായത് കൂടുതൽ ആളുകളെ, സ്ത്രീകളെയൊക്കെ പ്രസ്ഥാനത്തിനകത്തേക്ക് കൈപിടിച്ച് കൊണ്ടുവരിക എന്നുള്ളൊരു, അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് എന്നെയൊക്കെ തിരിച്ചറിഞ്ഞ് കണ്ടുപിടിച്ച് അന്ന് ഈ ചുമതലയിലേക്ക് കൊണ്ടുവന്നതും വലിയൊരു ഫൈറ്റ്. അപ്പോൾ ഈ ബൈ ഇലക്ഷൻ വരുന്നതിന് തൊട്ട് മുമ്പ് തൃശ്ശൂർ പാർലമെൻറ്റ് മണ്ഡലത്തിൽ മത്സരിക്കാനായിട്ട് സ്ഥാനാർത്ഥിയായിട്ട് എൻ്റെ പേര് പറയുകയായിരുന്നു. അന്ന് ഓർഗനൈസിംഗ് ജനറൽ സെക്രട്ടറി PP മൂന്തൻജിയാണ്. അപ്പോൾ മൂന്തേട്ടൻ പറഞ്ഞു, ശോഭ എന്തായാലും തൃശ്ശൂർ പാർലമെൻറ്റിൽ മത്സരിക്കട്ടെ എന്ന് തീരുമാനിക്കുന്നു. പക്ഷേ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം, 2-4 ദിവസങ്ങൾക്ക് ശേഷം പാർലമെൻറ്റിൽ നിന്ന് ഞാൻ മതി ബൈ ഇലക്ഷനിൽ മത്സരിക്കാൻ എന്ന് പറയുകയും, പിന്നീട് അന്ന് ഞങ്ങളുടെ ഒരു പോയിന്റ് എന്ന് പറയുന്നത്, ശ്രീമാൻ മുരളീധരൻ നമ്മൾ കാണുന്ന പോലെയുള്ള ഒരാളല്ല. ഇദ്ദേഹം എല്ലാ മതത്തിൽപ്പെട്ടവരോടും ഒരേപോലെ സ്നേഹം കാണിക്കണ്ടേ, ഒരേപോലെയുള്ള സന്മനസ് വേണ്ടേ. പക്ഷേ ഏറ്റവും കൂടുതൽ മത്സ്യത്തൊഴിലാളികൾ, അതായത് ഒരു തെറ്റും ചെയ്യാത്ത മത്സ്യത്തൊഴിലാളികൾ കടപ്പുറത്തിരുന്നു കൊണ്ട് അവർ അവരുടെ ദുരിതം പറയുന്നു.
രാത്രിയിൽ അവർക്ക് കഴിക്കാനുള്ള കഞ്ഞി അടുപ്പിലിരിക്കുകയാണ്. അപ്പോൾ അവിടെ അങ്ങനെയാണല്ലോ, നിങ്ങൾക്കറിയാമല്ലോ, കടപ്പുറത്തൊക്കെ അങ്ങനെയാണ്. അപ്പോൾ ഭാര്യ ഭർത്താവിനുള്ള കഞ്ഞി അടുപ്പത്തിട്ട് അല്ലെങ്കിൽ മകനുള്ള കഞ്ഞി അമ്മ വേവിക്കാൻ വെച്ചിട്ട് അവർ കടപ്പുറത്ത് കാറ്റുകൊള്ളാൻ വേണ്ടി വന്നിരുന്ന കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നതിനിടയിലാണ് മാറാട് ഭീകരമായിട്ടുള്ള കൊലപാതകങ്ങൾ ഉണ്ടാകുന്നത്. അന്നത്തെ ആ മാറാട് കലാപം എന്ന് പറയുന്നത് ആസൂത്രിതമായിട്ടുള്ളൊരു കലാപമായിരുന്നു. എന്നാൽ ആ കലാപത്തിൻ്റെ പിറകിൽ പ്രവർത്തിച്ചവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അന്ന് ഏറ്റവും കൂടുതൽ പരിശ്രമിച്ചവരിൽ ഒരാളാണ് ശ്രീമാൻ മുരളീധരൻ. അപ്പം ഞങ്ങൾ ബൈ ഇലക്ഷനിൽ മത്സരിക്കുമ്പോൾ അന്നത്തെ ഞങ്ങളുടെ മുദ്രാവാക്യം എന്ന് പറയുന്നത് മാറാടിൻ്റെ മറുപടി ബാലറ്റിലൂടെ എന്നായിരുന്നു. അവിടെ ശ്രീമാൻ മുരളീധരൻ്റെ പരാജയമുണ്ടായി. ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള, അന്ന് ഞങ്ങൾക്ക് ഈ സഖ്യകക്ഷികളൊന്നുമില്ല, സ്ഥാനാർത്ഥിയായിട്ടുള്ള എനിക്ക് അവിടെ ഈ 4000 സംതിങ് വോട്ടിൽ നിന്ന് 11,000 എത്തുകയാണ്. അങ്ങനെ എത്തിയിട്ട് ബൈ ഇലക്ഷനിൽ കേവലം 2000 ചില്ലാനും വോട്ടിനാണ് ശ്രീമാൻ മുരളീധരൻ പരാജയപ്പെടുന്നത്. അപ്പോൾ ഞാൻ സൂചിപ്പിച്ചത്, അന്നും എൻ്റെ പ്രവർത്തകന്മാർ, എൻ്റെ പ്രസ്ഥാനം കഠിനമായിട്ടുള്ള പ്രയത്നം ഞങ്ങൾ ചെയ്തു. കാരണം എത്രയാണോ ഉള്ളത് അതിനെ ഇരട്ടിയാക്കുക എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് ഞങ്ങൾക്ക് മാറാൻ സാധിച്ചു. അതിനുശേഷം പിന്നീട് പറഞ്ഞതുപോലെ തന്നെ നിരവധിയായ തെരഞ്ഞെടുപ്പുകളിൽ ഞാൻ മത്സരിച്ചു. നോർത്ത് ഇന്ത്യയിലൊക്കെ ആളുകൾ, എൻ്റെ സുഹൃത്തുക്കൾ, ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സൊക്കെ ഉണ്ട്. അവരൊക്കെ ചോദിക്കും, എങ്ങനെയാണ് ഇത്രയും തെരഞ്ഞെടുപ്പിൽ ഒരു സ്ത്രീ മത്സരിച്ചത്? അപ്പോൾ മത്സരിക്കുന്ന സമയത്ത് പെട്ടിയും കടക്കൊക്കെ എടുത്ത് നമ്മൾ വീട്ടിൽ നിന്ന് മാറി താമസിക്കണ്ടേ? അപ്പോൾ അവിടെ നിന്ന് നമ്മൾ പോരണ്ടേ? അപ്പോൾ ഇത്രയധികം തെരഞ്ഞെടുപ്പുകളിൽ അപ്പോൾ നമുക്ക് വിഷമമൊക്കെ ഉണ്ട്. അതായത് നമ്മളുടെ കുട്ടികളെ അല്ലെങ്കിൽ നമ്മളുടെ ചുറ്റുപാടുകൾ, ഇതെല്ലാം ആഗ്രഹം ഉണ്ടാവും, ഏതൊരു സ്ത്രീക്കും ആഗ്രഹം ഉണ്ടാവും. പക്ഷേ അതെല്ലാം നമുക്ക് പ്രസ്ഥാനത്തിനേക്കാൾ വലുതല്ല എന്നുള്ളൊരു തോന്നൽ വരും. എന്തായാലും ഒരു അമ്മ എന്നുള്ള രീതിയിൽ ആ മക്കൾ ഹൃദയത്തിലേക്ക് നമ്മൾ ചേർത്ത് വെക്കുന്നത് തന്നെയാണ് ഏതൊരമ്മയ്ക്കും. അത് നമ്മുടെ ഹൃദയത്തിലുണ്ടാകും. പക്ഷേ നമുക്കൊരു ദൗത്യം കിട്ടിയാൽ, ആ ദൗത്യം ഏൽപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പുറപ്പെടുക എന്നുള്ളതാണ്. വേറെ മറ്റൊന്നും നമ്മുടെ മുന്നിലില്ല. അപ്പോൾ ഞാൻ ഒരു 6 അസംബ്ലി തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചിട്ടുണ്ട്. 4 ജനറൽ അസംബ്ലി തെരഞ്ഞെടുപ്പുകളിലും 2 ബൈ ഇലക്ഷനിലും മത്സരിച്ചു. 2 ബൈ ഇലക്ഷനിലും എനിക്ക് വോട്ട് വർദ്ധിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട് എൻ്റെ പ്രവർത്തകരുടെ കഠിന പ്രയത്നം കൊണ്ട്. നോക്കൂ, 4 ജനറൽ അസംബ്ലി ഇലക്ഷൻ മത്സരിച്ചപ്പോൾ 2 അസംബ്ലിയിൽ ഞാനും എൻ്റെ സഹപ്രവർത്തകന്മാരും 7 പേർ 2ാം സ്ഥാനത്ത് വന്നു കേരളത്തിൽ. ഈ കഴിഞ്ഞ തവണയും ഞങ്ങൾ 2ാം സ്ഥാനത്ത് വന്നു. അതിൻ്റെ തൊട്ട് മുൻപ് 5 കൊല്ലം മുമ്പ് നടന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിലും ഞങ്ങൾ 2ാം സ്ഥാനത്ത് വന്നു. പക്ഷേ ഈ 7 പേര് കേരള നിയമസഭയുടെ അകത്തു പോകാതിരുന്നത് ഞങ്ങൾക്ക് ആത്മാർത്ഥതയില്ലാത്തതുകൊണ്ടോ ഞങ്ങൾക്ക് കഴിവില്ലാത്തതുകൊണ്ടോ അല്ല, മറിച്ച് ഒരു പെട്ടി ഓട്ടോറിക്ഷയിൽ, അങ്ങനെ വേണമെങ്കിൽ പറയാം, ഒരു കുഞ്ഞു ഓട്ടോറിക്ഷയിൽ കയറാനുള്ള ആളുകൾ മാത്രമുള്ളവരും LDFിൻ്റെയും UDFിൻ്റെയും മുന്നണിയുടെ ഭാഗമായി നിൽക്കുകയും അവർക്ക് പല സ്ഥലത്തും ബൂത്ത് കമ്മിറ്റിയോ പഞ്ചായത്ത് കമ്മിറ്റിയോ ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ അവർ ഒരു മുന്നണിയുടെ ഭാഗമായിട്ട് നിന്നുകൊണ്ട് ഞങ്ങൾ ഇത്രയും കൂടുതൽ വോട്ടുള്ള ജനങ്ങളുടെ മനസ്സുള്ള ഞങ്ങളൊക്കെ നിയമസഭയുടെ പുറത്തും അവരൊക്കെ നിയമസഭയുടെ അകത്തും എന്നുള്ള രീതിയിൽ കേരള നിയമസഭയെ മാറ്റിമറിക്കാൻ വേണ്ടിയിട്ട് അവർ പരസ്പരം കൈകോർക്കുകയാണ്. പാലക്കാടിൽ ഞാൻ മത്സരിച്ച സമയത്ത് ഞാൻ 2ാം സ്ഥാനത്ത് വന്നത് ഒരു 10 വർഷത്തിലധികം ഇന്ത്യൻ പാർലമെൻറ്റിലേക്ക് പോയിരുന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ NN കൃഷ്ണദാസ്, അദ്ദേഹത്തെ 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളിയിട്ടാണ് ഞാൻ 2ാം സ്ഥാനത്ത് വരുന്നത്. കഴക്കൂട്ടം തെരഞ്ഞെടുപ്പിലും നിങ്ങൾക്കറിയാമല്ലോ, കോൺഗ്രസ്സിന് 3ാം സ്ഥാനത്തേക്ക് പോകേണ്ടി വന്നു. പക്ഷേ ഇതിനകത്തൊക്കെ നമ്മൾ കാണേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, BJPയുടെ ചില ആളുകൾ നിയമസഭയ്ക്കകത്തോ പാർലമെൻറ്റിനകത്തോ പോകുന്നതിനെ മറ്റു രാഷ്ട്രീയ പാർട്ടികൾ ഭയപ്പെടുന്നു. അങ്ങനെ ഭയപ്പെടുന്നത് കൊണ്ട് അവർ എപ്പോഴും നിരീക്ഷിച്ച് വലിയ വലിയ ഫൈറ്റ് എങ്ങനെ ഈ മണ്ഡലത്തിൽ സൃഷ്ടിക്കാൻ സാധിക്കും എന്നുള്ള റിസർച്ചും അവർ നോക്കാറുണ്ട്. ഇത്തവണ പിന്നെ അതിനൊന്നും അവർക്ക് സാധിച്ചില്ല. കാരണം കോൺഗ്രസിനെ സംബന്ധിച്ച് പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ അവസാന വാക്ക് എന്ന് പറയുന്നത് ഇവിടുത്തെ എൻ്റെ ഓപ്പോസിറ്റായിട്ട് മത്സരിക്കുന്ന വേണുഗോപാലാണ്. അപ്പോൾ വേണുഗോപാലിനെ സംബന്ധിച്ച് പറഞ്ഞാൽ കോൺഗ്രസ്സിലെ ആലപ്പുഴ ജില്ലയിൽ തന്നെ എത്രയോ പരിണിതപ്രജ്ഞരായ കഴിവും പ്രാപ്തിയുമുള്ള യൂത്ത് കോൺഗ്രസ്സുകാർ മുതൽ അഖിലേന്ത്യാ തലത്തിൽ ഒരു കാലഘട്ടത്തിൽ ഇരുന്നവരുടെ പലരുടെയും മനസ്സ് ദുർബലപ്പെടുത്തി, അവരെ വേദനിപ്പിച്ച്, അവരെ അപമാനിച്ച്, അതിന് രാഹുൽ ഗാന്ധിയെയും കുടുംബത്തെയും ഉപയോഗപ്പെടുത്തിയിട്ടുള്ള ഒരാൾ, അദ്ദേഹം UDFിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് വരികയാണ്. അത് അവരുടെ കുടുംബ പ്രശ്നമാണ്, അവരുടെ പാർട്ടിക്കകത്തുള്ള പ്രശ്നമാണ്. പക്ഷെ നോക്കൂ, ഒരു മുൻ മുഖ്യമന്ത്രിയുടെ മകള്, ആ മകൾക്ക് പോലും ഭാരതീയ ജനതാ പാർട്ടിയെ സ്നേഹിച്ചുകൊണ്ട് ആശ്രയിച്ചുകൊണ്ട് ഇതിനകത്തേക്ക് വരേണ്ട ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് അനിൽ ആൻ്റണിയും, ഒരു ചെറുപ്പക്കാരൻ, നല്ല കോളേജിൽ പോയി നല്ല വിദ്യാഭ്യാസം നേടിയതിന് ശേഷം എന്തുകൊണ്ട് ഉപയോഗിച്ചില്ല കോൺഗ്രസ് പാർട്ടി? അപ്പോൾ കോൺഗ്രസ് പാർട്ടിക്ക് ഉപയോഗിക്കാൻ പറ്റാതെ പോയത് ഇതേ വേണുഗോപാൽ തന്നെയാണ് അതിൻ്റെയും കാരണക്കാരൻ. കാരണം തലമുതിർന്ന നേതാവിൻ്റെ വീട്ടിൽ നിന്നൊരു മകൻ വന്നാൽ, മക്കൾ രാഷ്ട്രീയത്തിൽ വന്നാൽ എന്താ കുഴപ്പമുണ്ടോ? കാരണം ഡോക്ടറുടെ മകന് ഡോക്ടറാകാം, എഞ്ചിനീയറുടെ മകന് എഞ്ചിനീയർ ആവാം.
അല്ലെങ്കിൽ ഒരു ചിത്രകാരൻ്റെ മകൻ ചിത്രകാരനാകുന്നു എങ്കിൽ പിന്നെ പൊതുപ്രവർത്തനം കണ്ട് വളർന്ന് മനസ്സിലാക്കിയിട്ടുള്ള കുട്ടികൾ അവർ പൊതുരംഗത്തേക്ക് വരുന്നതിൽ തെറ്റെന്താണ്? മറ്റുള്ളവരുടെ അധികാരത്തെ ദുരുപയോഗം ചെയ്തുകൊണ്ട് അവർ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരികയാണെങ്കിൽ അത് തെറ്റാണ്. എന്നാൽ സ്വന്തം അച്ഛൻ പ്രവർത്തിക്കുന്നു, അമ്മ പ്രവർത്തിക്കുന്നു, ഇത് ശരിയാണ് ഈ പാത എന്ന് തോന്നുമ്പോൾ നാളെ ആളുകൾ, ചെറുപ്പക്കാരായിട്ടുള്ള കുട്ടികൾ, മക്കളാണ്, അവർ കടന്നു വന്നു എന്നുള്ളത് കൊണ്ട് അവർക്കൊരു ലക്ഷ്മണ രേഖ വരയ്ക്കുക എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. അവർക്കും അവകാശങ്ങൾ കൊടുക്കണം, അവർക്കും ജീവിക്കാനുള്ള സംവിധാനം കൊടുക്കണം. രാഷ്ട്രീയ പാർട്ടിക്കകത്ത് അത് ഉണ്ടായില്ല. അത് ഉണ്ടാക്കാത്ത ഒരാളാണ് കെ.സി. വേണുഗോപാൽ. എന്നെ സംബന്ധിച്ച് ഞാൻ വളരെ ഹാപ്പിയാണ്. കാരണം വേണുഗോപാലിനായിട്ട് ഒരു തെരഞ്ഞെടുപ്പിൽ മുട്ടണം എന്നുള്ളത് എനിക്ക് സത്യത്തിൽ മനസ്സിലാഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ആലപ്പുഴയിൽ ഞാൻ കാൻഡിഡേറ്റ് ആകും എന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. കാരണം ഇന്ത്യൻ ജനാധിപത്യത്തെ പണാധിപത്യം കൊണ്ട് അട്ടിമറിക്കാൻ ശ്രമിക്കുക, അതുപോലെ തന്നെ എത്ര കോടി രൂപ കയ്യിൽ കിട്ടിയാലും അത് പോരാ എന്ന് തോന്നുക, ഇനിയും കോടികൾ ഉണ്ടാക്കണം എന്ന് തീരുമാനമെടുക്കുക, എന്നിട്ട് ഏറ്റവും കള്ളന്മാരായിട്ടുള്ള തെറ്റ് ചെയ്യുന്ന ആളുകളുമായിട്ട് കൈകോർക്കുക. അഖിലേഷ് യാദവിൻ്റെ അച്ഛൻ, അതുപോലെ തന്നെ മുലായം സിംഗ്, നമുക്കറിയാം ലല്ലു പ്രസാദ് യാദവും അതുപോലെ തന്നെ മുലായം സിംഗ് യാദവും മമതാ ബാനർജി, അതുപോലെ തന്നെ മറ്റേ മായാവതി പോലുള്ള ആളുകൾ, ഇവരൊക്കെ എന്ത് പറഞ്ഞിട്ടാണ് പൊതുപ്രവർത്തന രംഗത്തേക്ക് വന്നത്? ഞങ്ങൾ തൊഴിലാളികൾക്ക് വേണ്ടിയുള്ളവരാണ്, ഞങ്ങൾ പാവപ്പെട്ടവർക്ക് വേണ്ടിയുള്ളതാണ്. കെജ്രിവാൾ എന്താണ് പറഞ്ഞത്? ഞാൻ 10 പൈസ അഴിമതി നടത്തില്ല, എനിക്കൊരു പൈസയും വേണ്ട, ഞാൻ പാവപ്പെട്ടവൻ്റെ ആളാണ് എന്ന് പറഞ്ഞ് ഈ പൊതുസമൂഹത്തിൻ്റെ മുന്നിലേക്ക് വന്ന ആളുകൾ, അവർക്കെല്ലാം രണ്ടാമതൊരു മുഖമുണ്ടായിരുന്നു എന്ന് തെളിയിക്കപ്പെട്ടില്ലേ? കാരണം അവരെല്ലാം തെറ്റിലൂടെ നടക്കുകയായിരുന്നു എന്ന് ബോധ്യം വന്നിട്ടും അവരെ ചേർത്തിരുത്തിക്കൊണ്ട് അവരുമായിട്ട് കൈകോർത്ത് പിടിച്ചുകൊണ്ട് മോദിയെ പരാജയപ്പെടുത്തണം എന്നുള്ള ഒരു ചിന്തയുമായിട്ട് മുന്നോട്ട് വന്ന ആളാണ് കെ.സി. വേണുഗോപാൽ. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, നരേന്ദ്രമോദിക്ക് സമം നരേന്ദ്രമോദി മാത്രമാണ്. ആകാശത്തിന് സമം ആകാശമാണെങ്കിൽ നരേന്ദ്രമോദിക്ക് സമം നരേന്ദ്രമോദി മാത്രമാണ്. കാരണം ആ മനുഷ്യൻ എങ്ങനെയാണ് കടന്നു വന്നത്? ഭാരതീയ ജനതാ പാർട്ടിയെ വളർത്താനുള്ള ഏറ്റവും വലിയ ചുവടുവെപ്പുകളാണ് അദ്ദേഹം നടത്തിയത്. ലാൽകൃഷ്ണ അദ്വാനിയോടൊപ്പം, അതുപോലെ തന്നെ മുരളി മനോഹർ ജോഷിജിയോടൊപ്പം അദ്ദേഹം തേർത്തട്ടിലിരിക്കുകയായിരുന്നു. ഞങ്ങളുടെ 2 വലിയ യാത്രകൾ, ഒന്ന് ഈ രാജ്യത്തെ വിഭജിക്കപ്പെടാൻ പാടില്ല എന്ന് ഞങ്ങൾ തീരുമാനമെടുത്തുകൊണ്ട് കാശ്മീരിലേക്ക് ഏകതാ യാത്രയുമായിട്ട് മുന്നോട്ട് പോയിട്ടുള്ള മുരളി മനോഹർ ജോഷി. അന്ന് മുരളി മനോഹർ ജോഷിയോടും അതുപോലെ തന്നെ ഞങ്ങളുടെ പ്രഗത്ഭരായിട്ടുള്ള നേതാക്കന്മാരോടും പറഞ്ഞത് ബോംബുമായിട്ട് സ്വീകരിക്കുമെന്നാണ്. അങ്ങനെ ബോംബുമായിട്ട് ഞങ്ങളുടെ നേതാക്കന്മാരെ തീവ്രവാദികൾ സ്വീകരിക്കുമെന്ന് പറഞ്ഞപ്പോൾ അന്ന് ദീനദയാൽ ഉപാധ്യായജിയെ പോലെ ഞങ്ങളുടെ ദർശനം ഞങ്ങൾക്ക് സമ്മാനിച്ച ശ്യാമപ്രസാദ് മുഖർജിയെ പോലെയുള്ള ആ പരിണിതപ്രജ്ഞരായിട്ടുള്ള നേതാക്കന്മാർ, അവരുടെ കൂടെയുള്ള ടീം എന്താ തീരുമാനിച്ചത്? ജീവിതം എന്നുള്ളത് ഒറ്റ തവണയേ ഉള്ളൂ, മരണം ഞങ്ങൾക്കൊരു പ്രശ്നമല്ല, പക്ഷേ ഈ ഭാരതം എന്ന് പറയുന്ന അമ്മ മരിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് തീരുമാനമെടുത്തുകൊണ്ടാണ് ഏകതാ യാത്ര മുന്നോട്ട് പോയത്. ആ ഏകതാ യാത്രയുടെ സ്വപ്നമായിരുന്നു, വാക്കായിരുന്നു 370 വകുപ്പ് എന്ന് പറയുന്നത് എടുത്തു കളയുമെന്നുള്ളത്. നോക്കൂ, അധികാരത്തിൽ വന്നു, പറഞ്ഞ വാക്ക് മാറ്റിയില്ല, 370 വകുപ്പ് എടുത്തു കളഞ്ഞു. ആ 370 വകുപ്പ് എടുത്തു കളയുന്ന സമയത്ത് ഇവിടെ ഏറ്റവും കൂടുതൽ ഇവർ പറഞ്ഞ എന്താണ്? വേണുഗോപാലിനെ പോലെയുള്ള ആളുകൾ തന്നെയാണ് അതിനും നേതൃത്വം കൊടുത്തത്. അവരെന്ത് പറഞ്ഞു? ഇന്ത്യ മുന്നണിയുടെ ആളുകൾ അവർ പറഞ്ഞത് മുസ്ലിങ്ങൾ ആകെ ബുദ്ധിമുട്ടിലാകുമെന്നാണ് പറഞ്ഞത്. 370 വകുപ്പ് എടുത്തു കളഞ്ഞു. ഏതെങ്കിലും ഒരു മുസൽമാൻ ഒരു ബുദ്ധിമുട്ടുണ്ടായോ? ഭീകരവാദിക്ക് മാത്രമാണ് ബുദ്ധിമുട്ട്. കാശ്മീരിൽ ഭീകരവാദ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്ന ഒസാമ ബിൻ ലാദനെ പോലെയുള്ള ആളുകളുടെ, ഹമാസ് പോലുള്ള ഭീകരവാദ സംഘടനകൾക്ക് കൈ കൊടുത്തുകൊണ്ടിരിക്കുന്നവർക്കൊഴിച്ച് ഈ നാട്ടിൽ ജീവിക്കുന്ന, ഈ ഭാരതത്തിൽ ജീവിക്കുന്ന, നമ്മുടെ നാട്ടിൽ ജീവിച്ചുകൊണ്ട് മകളെ കല്യാണം കഴിച്ചു കൊടുക്കുന്ന, സക്കാത്ത് കൊടുത്തുകൊണ്ട് ജീവിക്കുന്ന, പെരുന്നാൾ ആഘോഷിക്കുന്ന നിന്റെ അയൽവക്കക്കാരൻ, അവൻ ആരാണെങ്കിലും പട്ടിണി കിടക്കുകയാണെങ്കിൽ അവന് സക്കാത്ത് കൊടുത്തിട്ട് മതി പെരുന്നാൾ ആഘോഷം എന്ന് പറഞ്ഞ ആ പരമ കാരുണ്യവാനായിട്ടുള്ള അള്ളാഹുവിൻ്റെ വചനങ്ങളെ വിശ്വസിക്കുന്നു എന്ന് പറയുന്ന ഏതൊരു മുസൽമാനും 370 വകുപ്പ് എടുത്തു കളഞ്ഞത് പ്രശ്നമല്ല, പക്ഷെ പ്രശ്നമാണ് എന്ന് വരുത്തി തീർത്തുകൊണ്ട് ഇവർ മുന്നോട്ട് പോവുകയാണ്. ഞാൻ സൂചിപ്പിച്ചത് ആ ഏകതാ യാത്രയുടെ മാസ്റ്റർ ബ്രെയിൻ അതിലൊരാളായിരുന്നു ശ്രീമാൻ നരേന്ദ്രമോദി. കാരണം മുതിർന്ന ആളുകൾ ഇരിക്കുന്ന സ്ഥലത്ത് പിറകിൽ മാത്രം നിൽക്കുക, അങ്ങനെയുള്ള സംഘടനയെ സ്നേഹിച്ച, പതിറ്റാണ്ടുകൾ ഇതിനു വേണ്ടി പ്രവർത്തിച്ച അങ്ങനെ ഒരാൾ ഇന്ന് ഇന്ത്യയുടെ, ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയായി തലപ്പത്തേക്ക് വന്നപ്പോൾ മാധ്യമങ്ങൾ മുഴുവൻ ചോദിച്ചല്ലോ, എന്തായിരിക്കും RSSകാരനായിട്ടുള്ള ശ്രീമാൻ നരേന്ദ്രമോദിയുടെ ആദ്യത്തെ പ്രയോറിറ്റി? എല്ലാവരും കാത്തുനിന്നു. കാരണം എത്രയോ വിഷയങ്ങളെക്കുറിച്ച് ലോകത്തിൻ്റെ മുന്നിൽ ചർച്ച ചെയ്യിപ്പിച്ചു. അമേരിക്കയും ബ്രിട്ടനും ചൈനയും ലോകരാജ്യങ്ങൾ മുഴുവൻ ഉറ്റുനോക്കി എന്തായിരിക്കും ഈ മനുഷ്യൻ ചെയ്യാൻ പോകുന്നത്. അധികാരം കിട്ടി, പ്രധാനമന്ത്രിയായി, അമ്മയെ കാണാൻ പോയി, അമ്മയുടെ കാൽക്കൽ തൊട്ട് നമസ്കരിച്ചു. അമ്മയെ അനുസരിക്കുന്ന ഒരു മകനെ ലോകം മുഴുവൻ കണ്ടു എന്നുള്ളതാണ്. ആ അമ്മ പറയുന്ന കാര്യങ്ങളെല്ലാം ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ അരികിലിരുന്നു കൊണ്ട് ശുഷ്കാന്തിയോടുകൂടി കേൾക്കുക. അമ്മ തലയിൽ അടിക്കുന്നു, അമ്മ കാര്യങ്ങൾ ഉപദേശിക്കുന്നു.
അങ്ങനെയുള്ള ആ സ്നേഹം കാണുന്നു. അത് കഴിഞ്ഞ് നമ്മുടെ ഭാരതം എന്ന് പറയുന്ന അമ്മയെ തൊടുന്നു, വണങ്ങുന്നു, നമസ്കരിക്കുന്നു. പാർലമെൻറ്റിനകത്തേക്ക് കയറിയപ്പോൾ സന്തോഷം കൊണ്ട് കണ്ണുകൾ നിറഞ്ഞു. എന്താണെന്നറിയുമോ? ഒരു ചായക്കച്ചവടം നടത്തി ഉപജീവന മാർഗം നടത്തിയിരുന്ന ആ അച്ഛനെ ഓർത്തിട്ടുണ്ടാകും. അങ്ങനെ ഒരു അച്ഛൻ്റെ മകനെ അയൽ വീടുകളിൽ പാത്രം കഴുകി കിട്ടിയ നാണയത്തുട്ടുകൾ ചേർത്ത് വെച്ചുകൊണ്ട് നരേന്ദ്രമോദിയെ വളർത്തിയിട്ടുള്ള അമ്മയ്ക്ക്, തൻ്റെ ചേട്ടന്മാർക്ക് ഇന്നും ആരെയും കൊണ്ടുവന്നില്ല പ്രധാനമന്ത്രിയുടെ വീടിനകത്തേക്ക്. സുഖകരമായി എൻ്റെ ആളുകളെല്ലാം ജീവിക്കട്ടെ എന്ന് കരുതി അമ്മയെപ്പോലും ആ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് കൊണ്ടുവരാനോ അമ്മയെ രാജകീയമായി ജീവിപ്പിക്കാൻ അമ്മ ആഗ്രഹിച്ചിട്ടുമില്ല, മകൻ കൊണ്ടുവന്നിട്ടുമില്ല എന്നുള്ളതാണ്. അത്രയും ലളിതമായിട്ട് കുടുംബത്തെ കുടുംബമായി കാണുക, രാഷ്ട്രീയത്തെ രാഷ്ട്രീയമായി കാണുക, രാഷ്ട്രത്തിന് ഹിതകാരിയാണ് രാഷ്ട്രീയമെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ അതിപ്രഗത്ഭനായിട്ടുള്ള മനുഷ്യനാണ് ശ്രീമാൻ നരേന്ദ്രമോദി. അദ്ദേഹത്തിൻ്റെ പദ്ധതികളായിരുന്നു ഈ 370 വകുപ്പ്. മുതിർന്നവരോടൊപ്പം നിന്ന് 370 വകുപ്പ് എടുത്തു കളയുക എന്നുള്ള തീരുമാനം പാർട്ടിയുടെ, ഞങ്ങളുടെ ആവശ്യമാണ്, ഞങ്ങളുടെ അജണ്ടയാണ്. ആ അജണ്ട എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ രാജ്യത്തിന് വേണ്ടിയിട്ടാണ്. നമ്മുടെ അതിർത്തി കടന്ന് ഒരാളും വന്ന് ഒരു മുസൽമാനെയോ ഒരു ഹിന്ദുവിനെയോ ഒരു ക്രിസ്ത്യാനിയെയോ ആരെയും ആക്രമിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അങ്ങനെ ഒരു നാടിനെയാണ് നമ്മൾ വിഭാവനം ചെയ്തത്. ഇപ്പോൾ രാമക്ഷേത്രത്തെക്കുറിച്ച് പറഞ്ഞിട്ട്, രാമക്ഷേത്രം ഇവിടെ ഉണ്ടായി എന്ന് പറഞ്ഞാൽ രാമൻ ഇവിടെയല്ലേ ജനിച്ചത്? അപ്പം നമ്മുടെ രാമൻ ജനിച്ച ഈ അയോധ്യ, ആ അയോധ്യയെ എന്തിനാണ് യേശുദേവൻ്റെ ഇന്നും ആ പുൽക്കുടിലിനെ സ്വപ്നം കണ്ടുകൊണ്ട് കണ്ണുകൾ ഈറനണിയിച്ചുകൊണ്ട് യേശുദേവൻ്റെ പെസഹ വ്യാഴവും ദുഃഖവെള്ളിയും പിന്നീട് അദ്ദേഹത്തിൻ്റെ ഉയർത്തെഴുന്നേൽപ്പും ഈസ്റ്ററുമൊക്കെ ഹൃദയത്തിൽ ചേർത്ത് വയ്ക്കുന്ന ഒരു ക്രിസ്ത്യൻ സഹോദരനെ എന്തിനാണ് ഒരു ഹിന്ദു ഭയപ്പെടേണ്ട കാര്യം? എന്തിനാണ് സ്നേഹിക്കാതിരിക്കുന്നത്? എന്തിനാണ് രാമൻ ജനിച്ച അയോധ്യയിൽ? നമ്മുടെ പൂർവികരുടെ ചരിത്രമാണത്. അത് നമ്മുടെ രാജ്യത്തിൻ്റെ സംസ്കൃതിയല്ലേ? ആ സംസ്കാരത്തെ എന്തിനാണ് മറ്റൊരു മതത്തിൽ വിശ്വസിക്കുന്ന ആൾ വെറുക്കുന്നത്? വെറുക്കേണ്ട ആവശ്യമില്ലല്ലോ. ഏകോദര സഹോദരങ്ങളെ പോലെ മതം എന്ന് പറയുന്നത് മനുഷ്യനെ നന്മയിലേക്ക് നയിക്കാനുള്ള പാത മാത്രമാണ്. രാഷ്ട്രീയവും മതവും കൂട്ടിക്കലർത്താൻ പാടില്ല എന്നുള്ളതാണ്. എന്നാൽ ചില ആളുകൾ വ്യക്തിപരമായ മുന്നേറ്റത്തിനും പാർട്ടിയുടെ മുന്നേറ്റത്തിനും വേണ്ടി മതപരമായ ഇക്വേഷൻസിനെ കൂട്ടിക്കലർത്താൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഈ രാമക്ഷേത്രം, ആ രാമക്ഷേത്രം അവിടെ വീണ്ടും രാമൻ്റെ ഒരു വിഗ്രഹം അവിടെ വരുന്നു. അതെല്ലാവരും നമ്മുടെ പൂർവികരുടെ ഒരു ഐഡൻറ്റിറ്റിയാണത്. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു രാജാവ് ഉണ്ടായിരുന്നു. ആ രാജാവ് നമുക്കെല്ലാവർക്കും, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം എന്തായിരുന്നു? ലോകം സ്വന്തം ജീവന് തുല്യം സ്നേഹിച്ച ഭാര്യയെ കുറ്റപ്പെടുത്തിയപ്പോൾ ആര് കുറ്റപ്പെടുത്തി? ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരു വ്യക്തി. ആ വ്യക്തി പറഞ്ഞു, സീത എത്രയോ കാലം പുറത്തായിരുന്നല്ലോ എന്ന് പറഞ്ഞു. രാവണൻ്റെ കൊട്ടാരത്തിനകത്തായിരുന്നല്ലോ എന്ന് ചോദിച്ച് സീതയെ കളിയാക്കിയപ്പോൾ അവിടെ ഈ രാമായണം നമുക്ക് പകർന്നു തരുന്നത് ഒരു വലിയ അറിവാണ്. പലരും എന്താണ് പറയുന്നത്? കമ്മ്യൂണിസ്റ്റുകാർ പറയുന്നത് ആ ഭാര്യയെ ഉപേക്ഷിച്ച രാമൻ. അങ്ങനെയല്ല. രാമനും സീതയും ശക്തിയും അതുപോലെ തന്നെ പ്രകൃതിയും ഒന്ന് തന്നെയാണ്. എന്നാൽ മനുഷ്യ ജന്മമെടുത്ത ശ്രീരാമചന്ദ്രൻ അനുഭവിച്ചിട്ടുള്ള ദുഃഖങ്ങളെക്കുറിച്ച് ഈ ആധുനിക കാലഘട്ടത്തിലെ മനുഷ്യർക്ക് കൂടി മനസ്സിലാക്കാൻ സാധിക്കുന്ന രീതിയിലാണ് അതിൻ്റെ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. അപ്പം സീത രാമനിൽ നിന്ന് അകലുന്നില്ല. എപ്പോഴും സീത എന്ന് പറയുന്നത് രാമൻ്റെ ഹൃദയത്തിൽ തന്നെ നിൽക്കുകയാണ്. എന്നാൽ ഒരു വ്യക്തി രാഷ്ട്രീയക്കാരനായാൽ, രാജാവായാൽ, രാജാവിൻ്റെ ഒന്നാമത്തെ ധർമ്മം എന്ന് പറയുന്നത്, അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രയോറിറ്റി എന്ന് പറയുന്നത് ജനഹിതമാണ്. അപ്പം ജനത്തോടൊപ്പം നിൽക്കാൻ ശ്രീരാമചന്ദ്രൻ തീരുമാനിക്കുകയാണ്. ശ്രീരാമചന്ദ്രൻ്റെ ഭാര്യയോടൊപ്പം നിൽക്കാമായിരുന്നല്ലോ, അഹങ്കരിച്ചുകൊണ്ട് പറയാമായിരുന്നല്ലോ, ഇതെൻ്റെ സീതയാണ്, നിങ്ങൾക്ക് എന്തിനാണ് സീതയെ കുറ്റം പറയാൻ നിങ്ങൾക്ക് എങ്ങനെ സാധിക്കും എന്ന് ചോദിക്കാമായിരുന്നു. അതല്ല നമുക്ക് പകർന്നു തന്നത്. എന്താണ്? ഒരു രാജാവ്, ഒരു വ്യക്തി രാജാവായി മാറിയാൽ, ഇപ്പം ഞാനൊരു രാഷ്ട്രീയക്കാരി, ഞാൻ പൊതുപ്രവർത്തകയായി മാറിയാൽ എൻ്റെ കുടുംബത്തിനേക്കാൾ എനിക്ക് കൂടുതൽ പ്രാധാന്യം ഞാൻ ഈ പൊതുപ്രവർത്തനത്തിന് കൊടുക്കാൻ സാധിക്കില്ലെങ്കിൽ കസേരയിൽ ഇരിക്കരുത് എന്നുള്ള ഒരു പോയിന്റ് കൂടി പകർന്നു തരുന്ന ആ രാമനെ അല്ലെങ്കിൽ ആ സീതാദേവിയെ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് എന്നുള്ളതാണ്. യേശുദേവനെ നമുക്ക് സ്നേഹിക്കാമെങ്കിൽ രാമനെയും നമുക്ക് സ്നേഹിക്കാൻ പറ്റും. ഇസ്ലാം മതവിശ്വാസികൾ അവരവരുടെ മതവിശ്വാസത്തിൽ മുന്നോട്ട് പോകട്ടെ, എന്താ അതിനൊരു കുഴപ്പമുള്ളത്? എന്നാൽ കുടിലമായ തന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മുസ്ലിം, ക്രിസ്ത്യൻ, ഹിന്ദു വിഭാഗങ്ങൾ സ്പ്ലിറ്റ് ആവണം എന്ന് ചില രാഷ്ട്രീയക്കാർ ആഗ്രഹിക്കുന്നു. ഈശ്വരവിശ്വാസം മനുഷ്യൻ്റെ മനസ്സിലേക്ക് വന്നാലും മനുഷ്യർ രക്ഷപ്പെടും. അതുകൊണ്ട് ഈശ്വരീയമായിട്ടുള്ള വിശ്വാസം വേണ്ട എന്ന് തീരുമാനിക്കുന്നു. ഈശ്വരീയ വിശ്വാസത്തോടു കൂടി ഒരു ചെറുപ്പക്കാരൻ വളർന്നു വന്നാൽ അവൻ ഒരിക്കലും കഞ്ചാവ് കച്ചവടത്തിന് പോകാൻ പറ്റില്ല. അവൻ ഒരിക്കലും തൻ്റെ അയൽവക്കത്തുള്ള പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ പറ്റില്ല. അവൻ ഒരിക്കലും ഇവിടെ ഏറ്റവും വലിയ തെറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് എന്താണ്? ഈശ്വര വിശ്വാസികൾ കൂടുതൽ നന്മയിലേക്ക് പോകും. കമ്മ്യൂണിസ്റ്റുകാർക്ക് ഈശ്വര വിശ്വാസമില്ല.
അവർക്കത് വേണ്ട. അവർ വിളക്ക് കത്തിക്കുന്നത് അവർക്ക് ഇഷ്ടമില്ല. അവർ ചോദിക്കുന്നത് എന്തിനാണ് വിളക്ക് കത്തിക്കുന്നത്? ആ എണ്ണയുണ്ടെങ്കിൽ പരിപ്പോട ഉണ്ടാക്കാമല്ലോ എന്ന് ചോദിച്ച നേതാക്കന്മാർ ഇവിടെ ഉണ്ട്. അമ്പലങ്ങൾ തച്ചു തകർത്ത് അവിടെ കപ്പ നടണം എന്ന് പറഞ്ഞ രാഷ്ട്രീയ നേതാക്കന്മാരുണ്ട്. ഗണേശോത്സവം വേണ്ട എന്ന് പറഞ്ഞവരുണ്ട്. ഗണേശൻ എന്ന് പറയുന്നത് പ്രകൃതിക്കിണങ്ങുന്നതല്ല എന്നും ഇതൊരു ഈശ്വരനാണോ എന്ന് ചോദിച്ചവരും ഇവിടെയുണ്ട് അല്ലേ? അതെന്തിനാണ് അങ്ങനെ ചോദിക്കുന്നത്? അതായത് വിശ്വാസം എന്ന് പറയുന്നത് ഒരു മനുഷ്യന് ഭരണഘടന അനുവദിക്കുന്നതാണ്. അത് അവർ വിശ്വസിക്കട്ടെ. അതായത് പുല്ലിനെ, പുഴുവിനെ, പുൽച്ചാടിയെ, വലിയ പർവ്വതങ്ങളെ, നീരൊഴുക്കിനെ എല്ലാം ദൈവമായിട്ട് കാണണമെന്നും ചരവും അചലവും അജലവുമായ വസ്തുക്കളെ, സ്ഥിരമായി നിൽക്കുന്നതും ഇളക്കം തട്ടുന്നതുമായിട്ടുള്ള വസ്തുക്കളെ, അതിലെല്ലാം ദൈവികതയുണ്ട് എന്ന് പറഞ്ഞ് പഠിപ്പിച്ച പൂർവ്വസൂരികളുടെ നാടാണ് ഈ ഭാരതം എന്ന് പറയുന്നത്. നമ്മൾ ഇങ്ങനെയാണ് ജപിക്കാറ്: സർവേ വിസുഖിന സന്തു സർവേ സന്തു നിരാമയ സർവേ ഭദ്രാണി പശ്യന്തു മാ കച്ചിത് ദുഃഖം ആപ്നുവാത് എന്നുള്ള മംഗളശ്ലോകം ജപിക്കുമ്പോൾ എല്ലാവർക്കും സുഖമുണ്ടാകട്ടെ, എല്ലാവർക്കും ആയുരാരോഗ്യ സമ്പൽ സമൃദ്ധി ഉണ്ടാകട്ടെ എന്നാണ് ജപിക്കുന്നത്. അവിടെ ക്രിസ്ത്യാനിക്ക് വേണ്ട എന്നോ മുസൽമാന് വേണ്ട എന്നോ ഹിന്ദുവിന് മാത്രം സുഖം വേണമെന്നല്ല മന്ത്രം. നമ്മുടെ പൂർവ്വസൂരികൾ പറഞ്ഞിട്ടുള്ളത് ഇദം നമമ, ഇതൊന്നും എൻ്റേതല്ല, ഇതെല്ലാവരുടെയുമാണ്, ഇത് എല്ലാവരുടെയുമാണ്. രാഷ്ട്രായ സ്വാഹ, അതായത് ഇത് രാഷ്ട്രത്തിന് സമർപ്പിക്കപ്പെട്ടതാണ്. ഈ പോയിന്റിൽ നിന്നുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടി NDA മുന്നോട്ട് പോകേണ്ടത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിലവിൽ പലതരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ പ്രധാനമായും എനിക്ക് ചോദിക്കാനുള്ളത്, ശോഭാ സുരേന്ദ്രൻ എന്ന BJPയുടെ നേതാവിന് കേരളത്തിൽ തന്നെ രാജ്യത്ത് തന്നെ അറിയപ്പെടുന്ന നേതാവാണ്. പ്രത്യേകിച്ചും ദേശീയ തലത്തിൽ പോകാൻ കഴിഞ്ഞ കേരളത്തിലെ ആദ്യത്തെ വനിതാ നേതാവ്. അപ്പോൾ സുഖദുഃഖങ്ങൾ എല്ലാ തരത്തിലും ഉണ്ടായിട്ടുണ്ട്. സന്തോഷമാണോ അതോ ദുഃഖങ്ങളാണോ ഏറ്റവും അധികം ഉണ്ടായിട്ടുള്ളത്? എന്തൊക്കെയാണ് നഷ്ടപ്പെടുത്തേണ്ടി വന്നിട്ടുള്ളത്? ദുഃഖങ്ങൾ ധാരാളം ഉണ്ടായിട്ടുണ്ട്. കാരണം ഇപ്പോൾ കുട്ടികളുടെ കാര്യം തന്നെ എടുത്താൽ അതിൽ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകൻ, അവനെ ഹോസ്റ്റലിലാക്കുകയാണ് ചെയ്തത്. അപ്പോൾ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മകൻ എന്ന് പറയുന്നത്, ഞാൻ എപ്പോഴും ഒരു അമ്മ എന്നുള്ള രീതിയിൽ പറയുന്നു, വേണ്ടിയിരുന്നില്ല എന്ന് എനിക്ക് ചിലപ്പോൾ തോന്നാറുണ്ട്. കാരണം അവൻ്റെ മനസ്സിനകത്ത് അമ്മയെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ, അമ്മയുമായിട്ടുള്ള നിമിഷങ്ങൾ, അതൊരു പക്ഷേ ഒരു 10ാം ക്ലാസ് വരെ എൻ്റെ മൂത്ത മകനെ നോക്കിയതുപോലെ ഞാൻ നോക്കേണ്ടതായിരുന്നു എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പക്ഷേ അവൻ ഇപ്പോൾ ചോദിച്ചിട്ടുണ്ട് എന്നോട്, 8ാം ക്ലാസ്സിൽ ഹോസ്റ്റലിൽ കൊണ്ടുപോയി ആക്കി ഞാൻ തിരിച്ചു വരുന്ന സമയത്ത് കണ്ണ് നിറഞ്ഞിരിക്കുന്ന എൻ്റെ 2ാമത്തെ മകനെ എനിക്കിപ്പോഴും എൻ്റെ മനസ്സിൽ നിന്ന് പറിച്ചു മാറ്റാൻ പറ്റില്ല, ആ ദൃശ്യം. അപ്പോൾ അവന് വീട്ടിലാണെങ്കിൽ പോലും ഞാൻ 4 ദിവസവും 5 ദിവസവും കൂടുമ്പോൾ വീട്ടിൽ കയറി വരുന്ന ഒരു അമ്മയാണ്. അപ്പം ഞാൻ കണക്കാക്കിയത് എന്താണ്, ടീച്ചർമാരുടെ സ്നേഹം ഉണ്ടാവും അവിടെ, അതുപോലെ തന്നെ ഹോസ്റ്റലിൽ വാർഡൻ അവർ സഹായിക്കാനുണ്ടാകും, അതുപോലെ തന്നെ എല്ലാ കൂട്ടുകാരുണ്ടാകും. അപ്പോൾ അത് കൂടുതൽ അവൻ ഒറ്റപ്പെടലിൽ നിന്ന് അവനൊരു മോചനമായിരിക്കുമെന്നാണ് ഞാൻ കരുതിയതെങ്കിലും 5 ദിവസം കൂടുമ്പോഴെങ്കിലും അമ്മയെ കാണാമല്ലോ എന്നുള്ള അവൻ്റെ ആ ഒരു ചിന്തയെയാണ് ഞാൻ മുറിച്ചു മാറ്റിയത്. അപ്പോൾ അത് തീർച്ചയായിട്ടും പിന്നീടും പല ഘട്ടങ്ങളിലും അവൻ എന്നോട് പറയുകയുണ്ടായി, ആ പാടത്തെ ക്രിക്കറ്റ് കളിയും അതുപോലെ തന്നെ എൻ്റെ കൂട്ടുകാരുടെ കൂടെയുള്ള ഫുട്ബോൾ കളിയും അതൊക്കെ അമ്മ കാരണം കളഞ്ഞിട്ടുണ്ട് എന്ന് ഒരു വേളയിൽ എന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒരിക്കൽ പോലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് അവർ വാശി പിടിച്ചിട്ടില്ല. ഞാൻ ഇപ്പോൾ ഓർക്കുകയാണ്, ഞാൻ എൻ്റെ മൂത്ത മകൻ, അയാൾ ഡൽഹി IIT-യിൽ 6ാം റാങ്കുകാരനായിരുന്നു. അപ്പോൾ വലിയ പഠനം, അത്രയും മാർക്ക് കിട്ടിയിട്ട് ഒരു കുട്ടി വലിയ രീതിയിൽ പഠിച്ച് അവിടെയും റാങ്ക് വാങ്ങിയിട്ട് അതിനെ തുടർന്ന് ഞാൻ അയാൾക്ക് വീണ്ടും ഇപ്പോൾ അമേരിക്കയിൽ കാലിഫോർണിയ ബർക്കലിയിലാണ് അയാൾ പബ്ലിക് പോളിസി ചെയ്തത്. അപ്പോൾ സൗത്ത് ഇന്ത്യയിൽ നിന്ന് ശ്രീമാൻ ശശി തരൂരിന് ശേഷം ആദ്യമായിട്ടാണ് ഒരു മലയാളി ഇങ്ങനെ ഈ യൂണിവേഴ്സിറ്റിയിൽ സെലക്ട് ആവുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, തോന്നുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ പോകുന്ന സമയത്ത് ഞാൻ പറയും, ഞാൻ വിശ്വാസിയാണ്. അപ്പോൾ ഞാൻ ചോദിക്കും, ഒരു രക്ഷ തരട്ടെ. അപ്പോൾ ഞങ്ങളുടെ വിശ്വാസ പ്രമാണം അനുസരിച്ച് ഒരു ചെറിയ ഒരു സ്വർണത്തിൻ്റെ ഒരു തകിടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു രക്ഷയൊക്കെ ശരീരത്തിലിടുക എന്നുള്ളത് പഴയ തലമുറയിൽപ്പെട്ട ആളുകളൊക്കെ പറയും, അത് ഇട്ടാൽ നല്ലതായിരിക്കും. പക്ഷേ ഞാൻ അങ്ങനെ ഒരു സ്വർണത്തിൽ ഒരു രക്ഷ എൻ്റെ മകന് കൊടുക്കണമോ എന്ന് ഞാൻ ചിന്തിക്കുന്ന സമയത്ത് ഞാനത് തിരുത്തും. എന്താണ്, ഞാൻ അവർക്ക് ജീവിതത്തിൽ 1 പവൻ സ്വർണം പോലും എൻ്റെ മക്കളുടെ ശരീരത്തിൽ ഇടേണ്ടതായിരുന്നു. എന്താണ് കാരണം, എല്ലാ കുട്ടികളും ചെറിയ പ്രായത്തിൽ നല്ല അരഞ്ഞാണമൊക്കെ, സ്വർണത്തിൻ്റെ ഒക്കെ പൈസയുള്ളവർ സ്വർണം, പൈസയില്ലാത്തവർ വെള്ളി, അങ്ങനെ ഈ അരഞ്ഞാണമൊക്കെ കെട്ടിയിട്ട് കുട്ടികൾ റോഡിൽ നിന്ന് ചെറിയ കുട്ടികളൊക്കെ ഇപ്പോൾ കളിക്കുന്നത് കാണുമ്പോൾ എനിക്ക് തോന്നും, ഞാൻ എൻ്റെ മക്കൾക്ക് കഴുത്തിലൊരു മാല പോലും ഞാൻ അവരെ, കാരണം എനിക്ക് രാഷ്ട്രീയം എന്ന് പറയുന്നത് കാരണം പലർക്കും ഇല്ല. അപ്പോൾ പലർക്കും ഇല്ലാത്ത ഒരു കാര്യം ഞാൻ എന്തിനാണ് എൻ്റെ മക്കൾക്ക് ഉണ്ടാക്കുന്നത് എന്നുള്ള ഒരു തോന്നൽ എനിക്കുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെയാണെങ്കിൽ ഞാനിപ്പോൾ ആലോചിക്കും, എനിക്കും ഇത് ഉപേക്ഷിക്കാമായിരുന്നല്ലോ.
ഞാൻ വളയിടുന്നുണ്ടല്ലോ, ഞാൻ മാല ഇടുന്നുണ്ട്, ഞാൻ കമ്മലിടുന്നുണ്ടല്ലോ. അപ്പോൾ എനിക്കതൊക്കെ ഇട്ടിരുന്നുവെങ്കിൽ എൻ്റെ മക്കളെയും ഇടിയിപ്പിക്കാമായിരുന്നു. അപ്പോൾ ഈ രക്ഷയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഞാൻ ഉടൻ തന്നെ വേണ്ട, പിന്നെ അതിനെക്കുറിച്ച് ഞാൻ സംസാരിക്കില്ല. അപ്പോൾ ദുഃഖം എന്ന് പറയുന്നത് അവരെ സ്നേഹിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് മണിക്കൂറുകളും ഒരുപാട് വർഷങ്ങളും നമുക്ക് കൊടുക്കാമായിരുന്നു ഒരമ്മ എന്നുള്ള രീതിയിൽ. അത് കൊടുക്കാൻ പറ്റാതിരുന്ന ഒരു വേദന, അത് തീർച്ചയായിട്ടും വയസ്സ് കൂടുമ്പോഴാണ്. അതായത് ഒരു സ്ത്രീക്ക്, എൻ്റെ അനുഭവം ഞാൻ പറയുന്നത്, ഒരു സ്ത്രീക്ക് വയസ്സ് കൂടുന്തോറും കഴിഞ്ഞ കാലങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ, അത് ശരിയായോ എന്നുള്ള തോന്നലുകളൊക്കെ കടന്നു വരാൻ കൂടുതൽ സാധ്യതയുണ്ട് എന്ന് ഞാൻ കരുതുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയുള്ള ചില ദുഃഖങ്ങളുണ്ട്. എന്നാൽ എനിക്ക് സന്തോഷങ്ങളുമുണ്ട്. കാരണം ഒരു മക്കളെ ഞാനൊരു സിനിമയ്ക്ക് കൊണ്ടുപോയിട്ടില്ല. അവരുമായിട്ട് 18 വയസ്സ് വരെ ഒരു ടൂറ് എവിടെയെങ്കിലും പോകാൻ അത് സാധിച്ചിട്ടില്ല. എൻ്റെ മക്കളുടെ ചെറിയ പ്രായത്തിലൊന്നും സ്റ്റുഡിയോയിൽ കൊണ്ടുപോയിട്ട് ഫോട്ടോ എടുക്കണം, ആ ഫോട്ടോ ഒരു ആൽബമായിട്ട് സൂക്ഷിക്കണം, ഇതൊക്കെ ചെയ്യേണ്ടതല്ലേ. അതൊന്നും എനിക്ക് ചെയ്യാൻ സാധിച്ചില്ല. അല്ലെങ്കിൽ നാളെ ആവട്ടെ പിന്നെ ആവട്ടെ എന്ന് കരുതി എൻ്റെ മക്കളുടെ ആ ഒരു പ്രായം അതെല്ലാം കടന്നുപോയി. അവർ വലിയ കുട്ടികളായി. അപ്പോൾ വലിയ കുട്ടികളായതിന് ശേഷം മാത്രമാണ് ഇപ്പോൾ എന്തെങ്കിലും ഒരു ഫോട്ടോ പോലും രേഖകളുണ്ടെങ്കിൽ. ഇപ്പോൾ എന്തായി, അവർ പറന്നു, എന്നിൽ നിന്ന് പറക്കുന്ന ഒരു ഏജിലേക്ക് അവരെത്തിയ സമയത്ത് ഇപ്പോൾ ചെറിയ ആൾക്ക് തന്നെ 21 വയസ്സ് കഴിഞ്ഞു. അപ്പോൾ അദ്ദേഹം ജോലിയിലായി, അയാൾ ബാംഗ്ലൂരിൽ താമസിക്കുകയാണ്. മൂത്ത ആളാണെങ്കിൽ ഇപ്പോൾ അമേരിക്കയിൽ ഇപ്പം പഠനവും എല്ലാം കഴിഞ്ഞു. 18 വയസ്സ് മുതൽ ജോലി ചെയ്യുന്ന ഒരു കുട്ടിയായിരുന്നു. 18 വയസ്സ് മുതൽ പഠിക്കുകയും റാങ്ക് വാങ്ങുകയും കൂടെയുള്ളവരെ പഠിപ്പിക്കുകയും അങ്ങനെ പൈസ സ്വരുക്കൂട്ടിയെടുക്കുകയും അങ്ങനെ ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ ലക്ഷക്കണക്കിന് രൂപയുടെ ശമ്പളമുള്ള ഒരവസ്ഥയിലേക്ക് ആ കുട്ടി ഔട്ട് ഓഫ് ജർമ്മനിയിലും അമേരിക്കയിലും ഒക്കെ പോയി ജോലി ചെയ്യുകയും പഠിക്കുകയും ഒക്കെ ചെയ്തിട്ട് ആ പൈസയിൽ നിന്നും ഏറ്റവും കൂടുതൽ ഞാൻ തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ദുഃഖങ്ങൾ എന്ന് പറയാൻ പറ്റില്ല, സന്തോഷം കലർന്ന ദുഃഖമാണത്. എൻ്റെ അമ്മയെക്കുറിച്ച് എനിക്ക് ഓർക്കുന്ന സമയത്ത് എൻ്റെ അമ്മയ്ക്ക് എനിക്ക് നല്ലൊരു ഡ്രസ്സ് വാങ്ങി തരാനുണ്ടായിരുന്നില്ല, എനിക്ക് നല്ല ഭക്ഷണം തരാനുണ്ടായിരുന്നില്ല. ഞങ്ങൾ 5 പെണ്ണും ഒരാണും, ഞാൻ ഏറ്റവും താഴെയുള്ള കുട്ടിയായിരുന്നു. അന്ന് സത്യത്തിൽ 1974 ഞാൻ ജനിക്കുന്നത്. അപ്പോൾ അതിന് മുൻപുള്ള കാലഘട്ടം എന്ന് പറയുന്നത് ആ നാട്ടിലൊക്കെ കുഗ്രാമം തന്നെയാണ്. പ്രസവം വരെ വീടിനകത്താണ്. അപ്പോൾ പ്രസവം നിർത്തുന്ന ഒരു പരിപാടിയും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവിടെ ഇല്ല. കാരണം തനി ഗ്രാമീണമായിട്ടുള്ള ഒരു കുഗ്രാമത്തിൽ ചെറിയൊരു വീട്ടിൽ ജനിച്ച് വളർന്ന് അന്ന് നമുക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു പൈസയ്ക്ക്. പക്ഷേ ആ ഒരു അവസ്ഥയിൽ നിന്ന് ഞാൻ, എൻ്റെ അമ്മയ്ക്ക് ഇപ്പോൾ 90 വയസ്സ് കഴിഞ്ഞു. എൻ്റെ അമ്മ എന്നോട് ആവശ്യപ്പെട്ടത് ഒരു കാരണവശാലും ഡൽഹിയിലെന്നല്ല, അമ്മയ്ക്ക് കേരളം വിട്ട് ഞാൻ എവിടെയും പോകുന്നത് ഇഷ്ടമല്ല. അപ്പോൾ സുഷമ സ്വരാജിയായിട്ട് എനിക്ക് നല്ലൊരു ബന്ധം ഉണ്ടായിരുന്നു, ആത്മബന്ധം ഉണ്ടായിരുന്നു. സുഷമാജി പറഞ്ഞു, ശോഭ ഇങ്ങനെ ഈ മലയാളത്തിൽ പ്രസംഗിച്ച് കേരളത്തിൽ എത്ര കാലം ഇരിക്കും, അതിനേക്കാൾ എത്രയോ നല്ലതാണ് ഡൽഹിയിൽ വരൂ, അവിടെ താമസിക്കൂ, നല്ല രീതിയിൽ എൻ്റെ കൂടെ നിൽക്കൂ എന്ന് പറഞ്ഞിട്ട് ഞാനത് വേണ്ട എന്ന് എനിക്ക് തോന്നാൻ കാരണം, എൻ്റെ അമ്മ വേദനിക്കണോ, അമ്മയെ വേദനിപ്പിക്കണോ, അമ്മയെ വിട്ടിട്ട് ഞാൻ പോയാൽ അമ്മ വേദനിക്കും. അപ്പോൾ അമ്മയെ വേദനിപ്പിക്കണോ അതോ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് മതിയല്ലോ, ഇനിയും സമയമുണ്ടല്ലോ എന്ന് കരുതി കാത്തിരുന്നു. പക്ഷേ എനിക്ക് അമ്മ പോലെ സ്നേഹനിധിയായിട്ടുള്ള ഒരാളുടെ കൂടെ കുറേ കാലം പണിയെടുക്കാൻ ഡൽഹിയിൽ സാധിക്കുമായിരുന്നു. സുഷമാജിയോടൊപ്പം പോയിരുന്നെങ്കിൽ അതെനിക്ക് ജീവിതത്തിലെ വലിയൊരു നഷ്ടമായിട്ടും ദുഃഖമായിട്ടും എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ തെരഞ്ഞെടുപ്പിൽ നിൽക്കുന്ന സമയത്ത് എന്നെ തൃശ്ശൂരിൽ നിന്ന് കാറിൽ കയറ്റി, ഒറ്റയ്ക്ക് ഞാൻ സുഷമാജി മാത്രം കാറിൽ കയറ്റി എന്നെ പുതുക്കാട്, ഞാൻ ഇലക്ഷൻ നിൽക്കുകയാണ് അസംബ്ലി തെരഞ്ഞെടുപ്പിൽ, എന്നെ അവിടെ കൊണ്ടുവന്ന് ഇറക്കുന്നു. അവിടെ ഇറക്കി കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, അവിടെ സ്റ്റേജിൽ പറഞ്ഞു, കേരളത്തിൻ്റെ സുഷമ സ്വരാജാണ് നമ്മുടെ ശോഭാ സുരേന്ദ്രൻ, എല്ലാവരും എന്നെ സ്നേഹിക്കുന്ന പോലെ ഈ മോളെയും സ്നേഹിക്കണമെന്ന് പറഞ്ഞ് പ്രസംഗിച്ച്, അത് പിറ്റേ ദിവസം മനോരമ ആണെന്ന് തോന്നുന്നു, പേപ്പറിൽ വലിയ വാർത്തയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ ദുഃഖങ്ങളാണ്, ആ നഷ്ടങ്ങൾ, വേദനകൾ. എനിക്ക് സന്തോഷങ്ങളും ധാരാളം ഉണ്ടായിട്ടുണ്ട്. കാരണം ഒരു പക്ഷേ ഞാൻ ഒരു 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മുതൽ നമ്മൾ അവിടെയൊക്കെ പാടത്ത് പണിയെടുക്കാൻ വേണ്ടിയിട്ട് പോകണം. അമ്മ പോയാൽ കുട്ടികളും പോകണം. അപ്പോൾ എൻ്റെ മൂത്ത ചേച്ചിമാർക്കെല്ലാം കൂലിവേല ചെയ്യണം. അതിൻ്റെ കൂട്ടത്തിൽ 7ാം ക്ലാസ് മുതൽ എനിക്കും അമ്മ ഡ്യൂട്ടി തരും. അങ്ങനെ ഇരിക്കുമ്പോൾ ചെറിയ കെട്ടുകെട്ടാക്കിയിട്ട് നമ്മൾ തോല് എന്ന് പറയും അവിടെ തൃശ്ശൂരിൽ, ഞാൻ തൃശ്ശൂരിലാണല്ലോ. അപ്പോൾ തോല് മുറിക്കുക എന്ന് പറയും, പറമ്പിൽ പോയിട്ട് തോല് മുറിക്കുക. തോല് മുറിച്ചെടുക്കുന്നത് പാടത്ത് കൊണ്ടുവന്നിട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കുറച്ച് കുഞ്ഞു കെട്ടുകളായിട്ട് തോല് മുറിച്ച് അത് നടക്കണം, 3 കിലോമീറ്റർ നടന്നിട്ട് വേണം പാടത്തെത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ കഴുത്തിന് എത്ര ആരോഗ്യം ഉണ്ടാവില്ലല്ലോ. പക്ഷേ എൻ്റെ അമ്മ പറയും, അതൊന്നും ഇവിടെ പ്രശ്നമല്ല. എൻ്റെ മുതിർന്ന ചേച്ചി 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തോല് അവിടെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്, ശോഭയും വെക്കണം, നിർബന്ധമാണ്. അപ്പോൾ നമ്മളങ്ങനെ ആ കനാലിൻപുറം എന്ന് പറയും, കനാലിൻ്റെ മുകളിൽ കയറിയിട്ട് വേണം ഈ പറമ്പിലേക്ക് പോകാൻ. ആ പറമ്പിൽ നിന്ന് ഈ തോലരിഞ്ഞിട്ട് പാലം വഴി നടന്നു വരുമ്പോൾ ഈ തോലും ഞാനും കൂടിയിട്ട് അടിയിലേക്ക് വീണു. അതായത് കനാലിൻ്റെ ഉള്ളിലേക്ക്. അത് ഭയങ്കര
കുഴിയാണ്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം എൻ്റെ മകന് ഞാൻ കാണിച്ചു കൊടുത്തു, ഇത്രയും അമ്മ കഷ്ടപ്പെട്ടിട്ടുണ്ട് അന്ന്. അപ്പോൾ അവിടെ വീണു, പക്ഷേ എനിക്ക് കൈയൊടിയോ കാലൊടിയോ ഒന്നും ഉണ്ടായില്ല. പക്ഷെ ആ വീഴ്ചയൊക്കെ ചിലപ്പോൾ പിന്നീട് നമുക്ക് ശാരീരികമായിട്ട് വല്ലതൊക്കെ വരാം എന്ന് ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്സായിട്ടുള്ള ഡോക്ടേഴ്സൊക്കെ പറയാം. അന്നത്തെ വീഴ്ചയൊക്കെ ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാവും. പിന്നെ എന്താ പറയുക, ദുഃഖം എന്ന് പറയുന്നത്, ഞാൻ പൊതുപ്രവർത്തനം നടത്തിയിട്ടല്ല എനിക്ക് ഏറ്റവും വലിയ പ്ലാസ്റ്റിക് സർജറി ചെയ്തത്. പൊതുപ്രവർത്തനം നടത്തിയതിൽ എനിക്ക് ദുഃഖമില്ല. പക്ഷേ ശോഭാ സുരേന്ദ്രനെ തല്ലി ചതയ്ക്കണം എന്ന് പോലീസ് തീരുമാനിക്കുന്നു. അപ്പോൾ അതിൻ്റെ പിറകിൽ ആരോ പ്രവർത്തിച്ചിട്ടില്ലേ? കാരണം ടോൾ മാർച്ചിൽ സമരം നടത്തുന്നു. ആ ടോൾ മാർച്ചിൽ സമരം നടന്നുകൊണ്ടിരിക്കുന്നു. ഉദ്ഘാടനം കഴിഞ്ഞ് അവിടെ നിൽക്കുന്ന സമയത്താണ് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് കല്ലേറുണ്ടാകുന്നു. അവിടെ വലിയ സംഘർഷം ഉണ്ടാകുന്നു. അന്ന് ഒരു TCV ചാനൽ തൃശ്ശൂരിൽ ഒഴിച്ച് ബാക്കി ഒരു മീഡിയയും അവിടെ ഇല്ല. പോലീസ് എല്ലാവരെയും അടിച്ചോടിക്കുകയാണ്. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ആ ചാനൽ മാത്രം എവിടെയോ ചെറിയൊരു വീഡിയോ വെച്ചുകൊണ്ട് പകർത്തിയ ഒരു ദൃശ്യം അതിപ്പോഴും ഉണ്ട്. ഞാൻ അത് എൻ്റെ ഫേസ്ബുക്ക് പേജിൽ ഇട്ടിട്ടുണ്ട്. അന്നത്തെ ഒരു ദൃശ്യം, ഗൗരിയമ്മയ്ക്കും അജിതയ്ക്കും ശേഷം ഏറ്റവും കൂടുതൽ ലാത്തി ചാർജ് എന്തിനു വേണ്ടിയിട്ടാണ്? അവിടുത്തെ ടോൾ സമരത്തിൽ ഞങ്ങൾ എല്ലാവരും ചേർന്നുകൊണ്ട് നടത്തിയിട്ടുള്ള ഒരു വലിയ സമരമാണ്. ആ സമരത്തിലാണ് ഇത്രയും വലിയ ലാത്തി ചാർജ് ഉണ്ടായത്. ഇവിടെ പ്ലാസ്റ്റിക് സർജറി ചെയ്തു. ബോധം കെടുന്നത് വരെ അത് ആസൂത്രിതമാണ്. കാരണം ബോധം കെടുന്നത് വരെ, കാരണം ഞാൻ അന്ന് ബൈ ഇലക്ഷനിൽ സ്ഥാനാർത്ഥിയാകേണ്ട ആളാണ്. ബൈ ഇലക്ഷനിൽ ഒരു ബൈ ഇലക്ഷൻ വന്ന് പടിവാതിൽ നിൽക്കുന്നു. ഞാൻ സ്ഥാനാർത്ഥിയായാൽ തീർച്ചയായിട്ടും എന്താണ്, എൻ്റെ വോട്ട് ഡബിളാവും, വടക്കാഞ്ചേരിയിലായതുപോലെ. അപ്പോൾ അത് വേണ്ട. അപ്പോൾ അതിൽ ആളുകൾക്ക് നഷ്ടം ഉണ്ടാവും. അപ്പോൾ അന്ന് ആ ലാത്തി ചാർജിന് വിധേയമായി തല പൊട്ടി പ്ലാസ്റ്റിക് സർജറി ചെയ്ത് ഒരാഴ്ചക്കാലം ഓർമ്മയില്ലാതെ കിടക്കേണ്ട ഒരു സാഹചര്യം വന്നു. അതെല്ലാം നമുക്ക് ആരോഗ്യത്തിൻ്റെ ചെറിയ പ്രശ്നങ്ങളുണ്ടാവും. അതൊക്കെ ദുഃഖങ്ങൾ. പക്ഷേ അതിലും എനിക്ക് സന്തോഷമുണ്ട്. അപ്പോൾ എനിക്ക് ദുഃഖം ഏതാണ് സന്തോഷം ഏതാണെന്ന് വേർതിരിച്ച് പറഞ്ഞു തരാൻ സാധിക്കില്ല. എനിക്ക് അതിലും സന്തോഷമുണ്ട്. കാരണം കേരളത്തിന് വേണ്ടി അല്ലെങ്കിൽ എൻ്റെ ജനങ്ങൾക്ക് വേണ്ടി അവരോടൊപ്പം നിന്ന് എനിക്ക് ഫൈറ്റ് ചെയ്യാൻ പറ്റി. അത് വലിയ കാര്യമല്ലേ? ശരിയാണ്. അതുപോലെ തന്നെ പ്രധാനമായും പറയേണ്ടത് മുഖ്യ എതിരാളി KC വേണുഗോപാൽ. ഇവിടെ ഇപ്പോൾ പൊതുവിൽ പറയുന്നത് ആലപ്പുഴയിൽ മുൻ സിറ്റിംഗ് MP ആയിട്ടുള്ള ആരിഫും അതുപോലെ തന്നെ ഇതിനു മുൻപ് MP ആയിരുന്ന 2 തവണ MP ആയിരുന്ന KC വേണുഗോപാലും. പൊതുവിൽ UDFന് അനുകൂലമായ ഒരു തരംഗമാണ് ലോക്സഭയിൽ ഉണ്ടാകുന്നത്. ഒപ്പം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു സ്ഥലം തന്നെയാണ് പ്രത്യേകിച്ചും ആലപ്പുഴ. അപ്പോൾ അവിടെ BJPക്ക് എന്ത് പ്രസക്തി ഉണ്ടാകും? അതുപോലെ തന്നെ എങ്ങനെയാണ് BJPക്ക് ഇവിടെ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുന്നത്? ഒപ്പം ഈ എതിരാളിയെക്കുറിച്ച് കൂടി. അതായത് ലോക്സഭയിൽ കോൺഗ്രസ് ഭരിക്കുന്ന കാലത്താണ് കോൺഗ്രസിന് അനുകൂലമായിട്ടുള്ള ട്രെൻഡ് ആലപ്പുഴക്കാർ നൽകിയിട്ടുള്ളത്. കോൺഗ്രസ് ദേശീയ തലത്തിൽ ഒന്നുമല്ലാതായി പോയി എന്നും ഇന്ത്യയിൽ എവിടെയെങ്കിലും ഒരു സീറ്റിൽ നിന്നാൽ വേറൊരു സീറ്റിൽ നിന്നാൽ രാഹുൽ ഗാന്ധിക്ക് പോലും ജയിക്കാൻ സാധിക്കില്ല എന്നുള്ളതും കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യമായി. ഇതിനു മുൻപ് അതായിരുന്നില്ല സ്ഥിതി. മോദിജിയെ പരാജയപ്പെടുത്താൻ വേണ്ടി രാഹുൽ ഗാന്ധിക്ക് സാധിക്കും എന്നുള്ള ഒരു ചെറിയ ട്രെൻഡ് കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ കൊണ്ടുവന്ന് ഭാവി പ്രധാനമന്ത്രി രാഹുൽ ഗാന്ധിയാണ് എന്ന് പറഞ്ഞ് അവതരിപ്പിക്കുന്ന ഒരു കാലാംശമുണ്ടായിരുന്നു. ഇന്ന് അതല്ല. ഇന്ന് ഇന്ത്യ ഭരിക്കാൻ പോകുന്നത് നരേന്ദ്രമോദിയാണെന്നും 400-ൽ പരം സീറ്റുകൾ കിട്ടുമെന്നും ഏത് കുടിലിനകത്തിരിക്കുന്ന മാർക്സിസ്റ്റുകാരനും കോൺഗ്രസ്സുകാരനും മനസ്സിലായിട്ടുണ്ട്. അവർക്കറിയാം അവർക്ക് 2000 രൂപയുടെ കിസാൻ സമ്മാൻ പദ്ധതി കൊണ്ടുവന്നത് നരേന്ദ്രമോദിയാണ്. അവർക്ക് പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതിയിലൂടെ വീട് കൊടുത്തത് നരേന്ദ്രമോദിയാണ്. അവർക്ക് 2260 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ആലപ്പുഴ പാർലമെൻറ്റ് മണ്ഡലത്തിലേക്ക് കൊണ്ടുവന്നത് നരേന്ദ്രമോദിയാണ്. അവർക്ക് വലിയ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് കൊടുത്തത് നദ്ദാജിയാണ്. അദ്ദേഹം ആരോഗ്യവകുപ്പിൻ്റെ ക്യാബിനറ്റ് മിനിസ്റ്ററായ സമയത്താണ്. അവർക്ക് ആവശ്യമായിട്ടുള്ള അമൃത് നഗരം പദ്ധതി കൊണ്ടുവന്നത് ഇദ്ദേഹത്തിൻ്റെ സ്വപ്ന പദ്ധതിയാണ്. 300-ലധികം വരുന്ന പദ്ധതികൾ ജനങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്ന ഇത്രയും നല്ല ഒരു മനുഷ്യൻ രാജ്യത്ത് പ്രധാനമന്ത്രിയായിട്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പാർലമെൻറ്റിനകത്ത് എന്തായാലും കോൺഗ്രസ്സിന് പ്രധാനമന്ത്രിയില്ല. കോൺഗ്രസ് പ്രതിപക്ഷ കക്ഷിയുടെ റോള് പോലും ഏറ്റെടുക്കാൻ ശക്തിയില്ലാതെ നിൽക്കുകയാണ്. അപ്പോൾ ജയിക്കാൻ സാധ്യതയുള്ള അവിടെ ഭരിക്കാൻ പോകുന്ന ഒരു വ്യക്തിയെ, ഒരു സ്ത്രീയെ പറഞ്ഞയക്കുന്നത് നല്ലതാണ് എന്ന് 2 പാർട്ടിക്കകത്തുമുള്ള നിഷ്പക്ഷമതികളായിട്ടുള്ള അവർക്ക് വോട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഫ്ലോട്ടിംഗ് പോപ്പുലേഷൻ എന്ന് പറയും, അങ്ങനെയുള്ള ആളുകൾ തീരുമാനമെടുക്കും. അത് തീർച്ചയായിട്ടും ഭാരതീയ ജനതാ പാർട്ടിക്ക് അനുകൂലമായിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കും എന്ന് ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്. ആലപ്പുഴ പശ്ചാത്തലം 19,000 വോട്ട് 50,000 ആകുന്നു, 1,80,000 ആകുന്നു. അപ്പോൾ ആ 1,80,000-ലാണ് ഞാൻ വന്ന് തൊടുന്നത്. ഞാൻ ഇതുവരെ 90,000-ൽ കൂടുതൽ വോട്ടുള്ള ഒരു സ്ഥലത്തും മത്സരിച്ചിട്ടില്ല പാർലമെൻറ്റിൽ. അതെനിക്ക് 2.5 ലക്ഷമാക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ആലപ്പുഴയിലെ BJPയുടെ വളർച്ച പ്ലസ് ജനങ്ങൾക്ക് ഇഷ്ടമുള്ള അവരുടെ ശോഭയുടെ വോട്ടും ചേർത്ത് വെക്കുന്ന സമയത്ത് വലിയ ഭൂരിപക്ഷത്തിൽ ഞാൻ ജയിക്കും, എൻ്റെ പ്രസ്ഥാനം ജയിക്കുമെന്നുള്ളതാണ്. അതാണ് ഇവിടെ കാണാൻ പോകുന്നത്. അവിടെ കോൺഗ്രസോ മാർക്സിസ്റ്റ് പാർട്ടിയോ പ്രസക്തിയേ അല്ല. കാരണം മുൻ MP പോയിട്ട് അദ്ദേഹം തന്നെയല്ലേ പറഞ്ഞത് 3 മിനിറ്റാണ് പാർലമെൻറ്റിൽ എനിക്ക് സംസാരിക്കാൻ കിട്ടുക.
അമിത്ഷാജി വരുന്ന സമയത്ത് തന്നെ ആ ഒരു അദ്ദേഹം കഥ പറയുന്നത് കേട്ടാൽ നമുക്ക് തന്നെ ചിരി വരും. കാരണം എന്താണ്, അമിത്ഷാജി അത്രയും ഭയപ്പെടുന്നു. എന്തിനാ ഭയപ്പെടുന്നത്? അമിത്ഷാജി ഒരു സാധാരണക്കാരനാണ്. ഗുജറാത്തിലൊരു പാൽ സൊസൈറ്റിയിൽ ആദ്യമായിട്ട് ഇലക്ഷന് മത്സരിച്ച് പാൽ സൊസൈറ്റിയിൽ പാലളക്കുന്ന ആളുകൾക്ക് വേണ്ടി വികസന പ്രവർത്തനം നടത്തി കയറി വന്ന് പടിപടിയായി പാർട്ടിയുടെ ചുമതലയിലേക്ക് വന്ന ആളാണ്. രാഷ്ട്രീയത്തിൻ്റെ വളരെ കഴിവും പ്രാപ്തിയുമുള്ള ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന് കഴിവുള്ളവരെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇവിടെ ആലപ്പുഴ പാർലമെൻറ്റ് മണ്ഡലത്തിൻ്റെ സമഗ്രമായ വികസനം നടക്കേണ്ടത് BJP ജയിച്ചാലാണ്, NDA ജയിച്ചാലാണ് എന്നുള്ള തോന്നൽ, ബോധ്യം അത് ആലപ്പുഴയിലെ ജനങ്ങൾക്കുണ്ട്. മാത്രവുമല്ലല്ലോ, കേരളത്തിലൊരു സ്ത്രീ സാന്നിധ്യം, കേരളത്തിൽ 5 സ്ത്രീകളെ ഞങ്ങൾ മത്സരരംഗത്ത് നിർത്തിയിട്ടുണ്ട്. അപ്പോൾ 5 സ്ത്രീകൾ BJPക്ക് നിർത്താമെങ്കിൽ, NDAക്ക് നിർത്താമെങ്കിൽ, ഇത്രയും കാലം കേരളത്തെ മാറി മാറി ഭരിച്ച കോൺഗ്രസിനെ എന്തേ നിർത്തിക്കൂടെ? മാർക്സിസ്റ്റ് പാർട്ടിക്ക് നിർത്തിക്കൂടെ? CPIക്ക് നിർത്തിക്കൂടെ? ഇല്ലല്ലോ. അവർ പേരിന് ഓരോ വനിതകളെ നിർത്തിയിരിക്കുകയാണ്. ഇതൊരു നെഗറ്റീവ് മൂഡ് ആ പാർട്ടിയിലേക്ക്, ആ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന മുനിസിപ്പൽ കൗൺസിലർമാർ, കോർപ്പറേഷൻ ചെയർമാൻ സ്ഥാനത്തിരിക്കുന്നവർ, വാർഡ് മെമ്പർമാർ, പൊതുപ്രവർത്തനം ചെയ്തിട്ടുള്ള മുഴുവൻ സ്ത്രീകൾക്കും അലോസരമുണ്ടാക്കിയിട്ടുണ്ട്. അവരാഗ്രഹിച്ചത് അവരുടെ 5 സ്ത്രീകളെ കാണാനാണ്. 5 പാർലമെന്റേറിയന്മാരെ കാണണമെന്നാണ് അവരാഗ്രഹിച്ചത്. നടന്നില്ല. അപ്പോൾ അവരെ സൈഡ് ലൈൻ ചെയ്തു. ഒരു ചെറിയ പൊട്ടു കുത്തിയതുപോലെ അവരെ മാറ്റി നിർത്തിയിരിക്കുകയാണ്. ഇതിൻ്റെ പ്രതിഷേധവും എന്നാൽ പിന്നെ ശോഭ പോട്ടെ എന്നുള്ള രീതിയിൽ ആലപ്പുഴ പാർലമെൻറ്റ് മണ്ഡലത്തിലെ നല്ല ചിന്തയും ബോധ്യവുമുള്ള സഖാക്കളായിട്ടുള്ള സ്ത്രീകളുടെ വരെ കരുതൽ ഇത്തവണ നമ്മളോടൊപ്പം ഉണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ ഉയർന്നു കേൾക്കുന്ന ഒരു കാര്യം, കേരളത്തിൽ നിന്നും ഏതെങ്കിലും ഒരു BJP സ്ഥാനാർത്ഥി വിജയിക്കുകയാണെങ്കിൽ അത് കേന്ദ്രമന്ത്രി ആയിരിക്കും ഉറപ്പ് എന്ന് തന്നെയാണ് പൊതുവിൽ BJP പ്രവർത്തകരടക്കം വിശ്വസിക്കുന്നത്. അങ്ങനെയെങ്കിൽ ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ മത്സരിച്ച് വിജയിക്കുമ്പോൾ കേന്ദ്രമന്ത്രിയാകുമെന്ന ആത്മവിശ്വാസമുണ്ടോ? മോദിയോട് ഉറപ്പ് കിട്ടിയിട്ടുണ്ട്? നോക്കൂ, എന്നെ സംബന്ധിച്ച് എനിക്ക് ഏത് പദവിയിൽ വരുന്നു എന്നുള്ളത് എനിക്ക് വിഷയമല്ല. എന്നെ സംബന്ധിച്ച് ഞാൻ ആലപ്പുഴയിലെ ജനങ്ങളോട് വെച്ചിട്ടുള്ള ഒരു അപ്പീൽ എന്ന് പറയുന്നത്, നിങ്ങളുടെ മകളായിട്ടോ നിങ്ങളുടെ അമ്മയായിട്ടോ നിങ്ങളുടെ ചേച്ചിയായിട്ടോ അനുജത്തിയായിട്ടോ എന്നെ സ്വീകരിക്കുക. ഞാൻ നല്ല ഒരു മാതൃക MP ആയിരിക്കും. ഈ MP-യുടെ വീടെന്ന് പറയുന്നത് ആലപ്പുഴയിലെ മുഴുവൻ പെൺകുട്ടികളുടെയും വീടായിരിക്കും. എൻ്റെ പ്രകടന പത്രിക എന്ന് പറയുന്നത് വിമൺ ഓറിയന്റഡ് പ്രകടന പത്രികയായിരിക്കും. അതിൽ ഞാൻ പറയുന്നത് ആലപ്പുഴ പാർലമെൻറ്റ് മണ്ഡലത്തിൽ 3 വർഷത്തിൽ ഉള്ളിൽ വീടില്ലാത്തവർ ഒരാളും ഉണ്ടാകില്ല. പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതിയുടെ വീടുകളും പ്ലസ് പ്രത്യേകമായിട്ട് ചിന്തിക്കാവുന്ന പദ്ധതിക്രമങ്ങളും ഒരുക്കിയെടുത്തുകൊണ്ട് ആലപ്പുഴയിലെ ജനങ്ങൾക്ക് സുരക്ഷിതത്വം ഞാൻ നൽകും. പെൺകുട്ടികൾക്ക് +2 കഴിഞ്ഞാൽ 25,000 രൂപയുടെ സ്കോളർഷിപ്പ് ഞാൻ നൽകും. ഇത് ഞാൻ ഇവിടെ പ്രഖ്യാപിക്കുകയും ഞാൻ എൻ്റെ സുഹൃത്തായിട്ടുള്ള മഹാരാഷ്ട്രയിലെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയെ ഇന്നലെ കൊണ്ടുവന്നു. അദ്ദേഹവുമായിട്ട് അരമണിക്കൂർ സമയം ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്തു. അദ്ദേഹം പറഞ്ഞത്, വാഗ്ദാനം കൊടുക്കാൻ പറ്റില്ലല്ലോ, കാരണം ഇത് കോഡ് ഓഫ് കോണ്ടക്റ്റ് ആവും. അതുകൊണ്ട് പ്രകടന പത്രിക എനിക്ക് പറയാം. ആ പ്രകടന പത്രികയ്ക്ക് ആവശ്യമായിട്ടുള്ള സഹായ സഹകരണങ്ങൾ എനിക്ക് കൂട്ടുകാരായിട്ടുള്ള ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സിൻ്റെ കയ്യിൽ നിന്ന്, അതുപോലെ തന്നെ സാധാരണ മന്ത്രിമാരുണ്ടല്ലോ, സംസ്ഥാന തലത്തിലുള്ള മന്ത്രിമാരുടെ കയ്യിൽ നിന്ന്, മുഖ്യമന്ത്രിമാരുടെ കയ്യിൽ നിന്നൊക്കെ എനിക്ക് സഹായം സ്വീകരിക്കാൻ സാധിക്കും. വെള്ളപ്പൊക്കമുണ്ടായ സമയത്ത് ഇന്നലെ മന്ത്രി പറഞ്ഞു, മഹാരാഷ്ട്രയിൽ നിന്ന് ഏറ്റവും കൂടുതൽ വിഹിതം ഞങ്ങളിവിടെ ആലപ്പുഴയിലേക്ക് പോലും, ഇവിടേക്ക് തീരദേശത്തേക്ക് ഞങ്ങൾ പ്രത്യേകം അതിനാവശ്യമായിട്ടുള്ള ഉപകരണങ്ങൾ ഞങ്ങൾ കൊടുത്തിരുന്നുവെന്ന് ആ മിനിസ്റ്റർ പറയുകയുണ്ടായി. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ശോഭാ സുരേന്ദ്രനെ പോലെയുള്ള ഒരു സ്ത്രീ അവർ ജയിച്ചു വരുമ്പോൾ തീർച്ചയായിട്ടും മോദിജിക്ക് താല്പര്യമുണ്ടാകും. ഒരു സ്ത്രീ മുന്നേറ്റം വേണം. മാത്രവുമല്ല 6 പേര് 6 പേര് കേന്ദ്രമന്ത്രിമാരായിട്ട് കോൺഗ്രസിന് ഇന്ത്യ ഭരിക്കാമെങ്കിൽ, അങ്ങനെയാണെങ്കിൽ പിന്നെ ഞാൻ ഉൾപ്പെടെയുള്ള ഒരു 5-6 പേർ ഒരുമിച്ച് ചേർന്നാൽ ഞങ്ങളെ എല്ലാവരെയും അവിടെ സ്വീകരിക്കാതിരിക്കുമോ നരേന്ദ്രമോദിജി? അദ്ദേഹത്തിന് തീർച്ചയായിട്ടും കേരളത്തിനോട് വളരെ സ്നേഹമുണ്ട്. ഒരു MLA ഇല്ലാതെ, ഒരു MP ഇല്ലാതെ ഇത്രയേറെ ഫണ്ടുകൾ കൊടുക്കുന്നു. 20 സുവർണ കോറിഡോറുകൾ നമ്മുടെ കേരളത്തിന് വേണ്ടി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൊടുക്കുന്ന ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി തീർച്ചയായിട്ടും എല്ലാവരെയും സ്നേഹിച്ചുകൊണ്ട് കേരളത്തിലെ ജനങ്ങളുടെ സേവകയായിട്ട് പ്രവർത്തിക്കാൻ ഒരവസരം എനിക്ക് തരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ചോദിക്കുന്ന മറ്റൊരു വിഷയം എന്ന് പറയുന്നത്, മുഖ്യ എതിരാളിയായ KC വേണുഗോപാലിനെതിരെ വളരെ ഗുരുതരമായ ഒരു ആരോപണമാണ്, അഴിമതി ആരോപണമാണ് തുടക്കത്തിൽ ഉന്നയിച്ചത്. അതിനെക്കുറിച്ചുള്ള മറ്റു വിവരങ്ങൾ കേന്ദ്ര ഏജൻസി കൈമാറിയെന്നും പറയുന്നു. എന്താണ് ശരിക്കും യാഥാർത്ഥ്യം? അല്ല, തുടക്കത്തിൽ ഉന്നയിച്ചു എന്നുള്ളതല്ല. ഞാൻ തന്നെയാണ് കരുവന്നൂരിലെ സാരണ സംഘ തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധിയായിട്ടുള്ള യാത്രകൾ ദേശീയ ഏജൻസിക്ക് മുന്നിൽ നടത്തിയിട്ടുള്ളത്. അതിൽ എനിക്ക് വളരെ ആശ്വാസമുണ്ടായി. അത് ജനങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചു. ക്യാമറ റോഡിൽ വെച്ച സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഞാൻ ചില അന്വേഷണങ്ങളും എൻ്റെ ചില പഠനങ്ങളും അത് ദേശീയ ഏജൻസിക്ക് കൈമാറലും ചെയ്തിട്ടുണ്ട്. ഇവിടെ ഈ കരിമണൽ കർത്ത എന്ന് പറയുന്ന ആലപ്പുഴയിലെ ഏറ്റവും വലിയ 1000കണക്കിന് കോടി രൂപ ആലപ്പുഴക്കാരുടെ കവർന്നെടുത്തിട്ടുള്ള കരിമണൽ കർത്തയുടെ ഏറ്റവും വലിയ പാർട്ട്ണറാണ്
വേണുഗോപാൽ എന്നുള്ളത് ഞാൻ വ്യക്തമായി ഒരു ധാരണയുമില്ലാതെ ഞാൻ പറയില്ലല്ലോ. അതേ വേണുഗോപാലിൻ്റെ കൂട്ടുകാരനായിരുന്ന രാജസ്ഥാനിലെ ശിശ്ര മോളയുമായിട്ട് അദ്ദേഹത്തിനുണ്ടായിട്ടുള്ള ബിസിനസ് ബന്ധങ്ങളെക്കുറിച്ചും ദുബായ് കേന്ദ്രീകരിച്ചുകൊണ്ട് ഔട്ട് ഓഫ് കൺട്രി കേന്ദ്രീകരിച്ചുകൊണ്ട് ഇവർ നടത്തുന്ന ഡീലിനെ കുറിച്ചും ഉൾപ്പെടെ ഞാൻ മാധ്യമങ്ങളുടെ മുന്നിലാണ് സംസാരിച്ചിട്ടുള്ളത്. അവിടെ ഈ ആലപ്പുഴ പാർലമെൻറ്റ് മണ്ഡലത്തിൽ ഇത്രയും വലിയ ഗുരുതരമായിട്ടുള്ള അഴിമതി നടന്നിട്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ KSIDCക്ക് 15% കൊടുക്കുമെന്ന് പറഞ്ഞ് കരിമണൽ കർത്തയ്ക്ക് ആവശ്യമായിട്ടുള്ള സന്നാഹങ്ങൾ ഒരുക്കി കൊടുത്തത് വെറുതെയല്ല എന്നുള്ളത് ഇപ്പോൾ EDയുടെ അന്വേഷണം ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ പറഞ്ഞ കാര്യങ്ങളുടെ കൃത്യത അത് ദേശീയ ഏജൻസിയെ ഘട്ടം ഘട്ടമായിട്ട് കിട്ടിയ അറിവുകളും തെളിവുകളും കൊടുത്ത് ബോധ്യപ്പെടുത്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും ഈ പോരാട്ടം മുന്നോട്ട് പോകും എന്ന് ഞാൻ എൻ്റെ ജനങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അതിൽ നിന്ന് ഒരു കടുക് മണിക്ക് പോലും വ്യതിചലിക്കുന്ന പ്രശ്നമില്ല. ഇവിടുത്തെ ഒരു സങ്കടകരമായ വസ്തുത, പാവപ്പെട്ട പാർട്ടിയുടെ ആളാണ് ആരിഫ് എന്ന് പറയുന്നുണ്ടെങ്കിലും ആരിഫ് വേണുഗോപാലിനെതിരായിട്ടോ കരിമണൽ കർത്തയ്ക്കെതിരായിട്ടോ ഒരക്ഷരം ഈ നിമിഷം വരെ പറഞ്ഞിട്ടില്ല എന്നുള്ളത് ഇവിടുത്തെ സഖാക്കന്മാർ കൂടി ഓർക്കും എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. കാരണം അവരുടെ കുഞ്ഞുങ്ങൾക്ക് കഞ്ഞി കുടിക്കാനുള്ള പണമാണ്, അവർക്ക് അവകാശപ്പെട്ടതാണ്. തോട്ടപ്പള്ളി സ്പിൽവേ അശാസ്ത്രീയമായിട്ടാണ് ഉണ്ടാക്കിയത്. ഇവിടെ നല്ലൊരു ഫിഷിംഗ് ഹാർബർ ഈ പുറക്കാട് ഇങ്ങനെയുള്ള മേഖലകളിലൊക്കെ കൊണ്ടുവരാൻ സാധിക്കുമായിരുന്നു. ഇവിടെ ടൂറിസത്തിന് ഏറെ വികസന സാധ്യത കൊണ്ടുവരാൻ സാധിക്കുമായിരുന്നു. ഒന്നും ചെയ്യാതെ അധികാരം കിട്ടി ആ കസേരയിലിരുന്ന് സുഖമായിട്ട് ജീവിക്കുക എന്നത് ജനങ്ങൾ നോക്കി കാണുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതെല്ലാം ചർച്ച ചെയ്തുകൊണ്ടായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് പോരാട്ടം. നിലവിൽ പറഞ്ഞു വരുന്നത് കരിമണൽ കർത്തയുമായി ലിങ്ക് ചെയ്യാൻ പറ്റുന്ന KC വേണുഗോപാൽ ഒരു ഭാഗത്ത്, അതുപോലെ തന്നെ ഇപ്പുറത്തെ എക്സാലോജിക് പിണറായി വിജയൻ്റെ മകൾ വീണ വിജയൻ. അപ്പോൾ മൊത്തത്തിലൊരു ബന്ധമുണ്ട് എന്ന് തന്നെയാണോ പറയുന്നത്? അല്ല, തീർച്ചയായിട്ടും ഉണ്ടല്ലോ. അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഒരു വിജിലൻസ് അന്വേഷണം വരാത്തത്? എന്തുകൊണ്ടാണ് കേരള നിയമസഭയ്ക്കകത്ത് കരിമണൽ കർത്തയുടെ വിഷയം VD സതീശൻ ഉയർത്താതിരുന്നത്? നിയമസഭാ സമ്മേളനം പിരിച്ചു വിടാൻ വേണ്ടിയിട്ട് പിറകിൽ നിന്ന് സഹായിക്കുകയാണ് VD സതീശൻ ചെയ്തത്. അപ്പോൾ അതിനർത്ഥം ദേശീയ തലത്തിൽ ഇവർ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സഖ്യം എന്ന് പറയുന്നത് നാട് നന്നാക്കാനുള്ള സഖ്യമല്ല. ഞാൻ എപ്പോഴും പറയും, അഴിമതിയുടെ കാര്യത്തിൽ പരസ്പര സഹായ സഹകരണ മുന്നണി. അങ്ങനെ ഇവർ വർത്തിക്കുന്നത് കൊണ്ടാണ് ഇവർക്ക് പല കാര്യങ്ങളിലും നിലപാടെടുക്കാൻ പറ്റാത്തത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഗോവിന്ദൻ മാസ്റ്റർ സ്ഥിതി എന്താണ്? ഗോവിന്ദൻ മാസ്റ്റർക്ക് പിണറായി വിജയനെ സഹായിക്കേണ്ട ഗതികേടാണുള്ളത്. കാരണം മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ട് പിണറായി കസേരയിലിരിക്കുന്ന സമയത്ത് മുഖ്യമന്ത്രിയെ വരെ വരച്ച വരയിൽ നിർത്തി. പക്ഷെ ഗോവിന്ദൻ മാസ്റ്റർ സംസ്ഥാന സെക്രട്ടറി ആയിട്ട് കസേരയിലിരിക്കുമ്പോൾ ഈ മുഖ്യമന്ത്രിയെ വരച്ച വരയിൽ നിർത്താനുള്ള യാതൊരു സംവിധാനവും ഇല്ല. കാരണം വെറും ഒരു റബ്ബർ സ്റ്റാമ്പായിട്ടാണ് ഗോവിന്ദൻ മാസ്റ്റർ ഇവിടെ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇവിടെ എങ്ങനെ സാധിക്കുന്നു കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് സ്വന്തം ഭാര്യയാകട്ടെ, മകളാകട്ടെ, മരുമകനാകട്ടെ, മകൻ്റെ അമ്മായി അച്ഛനാകട്ടെ, ഈ മുഴുവൻ ആളുകളെയും ചേർത്ത് പിടിച്ചുകൊണ്ട്, അതായത് ഇവിടെ പാവപ്പെട്ടവനെ കഞ്ഞി കുടിക്കാൻ ഗതിയില്ലെന്നേ. മറിയച്ചേടത്തി പറഞ്ഞില്ലേ, ഞങ്ങളുടെ പെൻഷൻ എവിടെ, പിച്ചച്ചട്ടി എടുത്തിട്ട് ഞങ്ങൾ റോഡിലിറങ്ങും എന്ന് പറഞ്ഞിട്ടും ഒരു മര്യാദയും ഇല്ലാത്തൊരു മുഖ്യമന്ത്രി. എങ്ങനെയാണ് ഇവർക്ക് ഈ പണം കൊടുക്കേണ്ടത് എന്ന് തീരുമാനിക്കാൻ അറിയാത്ത ഒരു മനുഷ്യൻ. ആരോടാണ് സ്നേഹം? ഇതാണ് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ. AK ഗോപാലൻ്റെ, EM ശങ്കരൻ നമ്പൂതിരിപ്പാടിൻ്റെ, സഖാവ് കൃഷ്ണപിള്ളയുടെ, ഇവരുടെയൊക്കെ പാരമ്പര്യത്തിൽ നിന്ന് കടന്നു വന്ന ഒരു പാർട്ടി ഇന്ന് പാടത്ത് പണിയെടുക്കുന്ന ആളെ വേണ്ട, പാവപ്പെട്ടവരെ വേണ്ട. കാസർഗോഡ് നിന്ന് ആ വണ്ടി ബസ് യാത്ര തിരിച്ച് തിരുവനന്തപുരത്ത് എത്തുന്നതിന് മുൻപ് നാട്ടിലുള്ള സർവത്ര ബിസിനസ്സുകാരെയും കണ്ടു കാണണം. പക്ഷേ ആ ബിസിനസ്സുകാരെ കണ്ടതുകൊണ്ട് എന്താണ് ബിസിനസ്സുകാർക്കുള്ള ഗുണം? ഇവിടെ കച്ചവടമുണ്ടോ? ഇവിടെ വ്യവസായമുണ്ടോ? ഇവിടെ ഏതെങ്കിലും രീതിയിൽ ബിസിനസ് നടത്തി മുന്നോട്ട് പോകാനോ എക്സ്പോർട്ടിംഗ് മേഖലയിലുള്ളവർക്കോ ഇമ്പോർട്ട് മേഖലയിലുള്ളവർക്കോ എന്തെങ്കിലും സഹായ സഹകരണം ഈ കേരള ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടോ? ഇല്ലല്ലോ. വെറും പൈസ പിരിക്കാനായിട്ടുള്ള യന്ത്രങ്ങളാക്കി ഇവിടത്തെ കയ്യിൽ പൈസയുള്ളവരെ ഉപയോഗപ്പെടുത്തുന്നു എന്നതൊഴിച്ചാൽ അവർക്ക് ആവശ്യമായിട്ടുള്ള എന്ത് കാര്യമാണുള്ളത്? നിങ്ങൾ ഗുജറാത്തിൽ പോയി നോക്കൂ, അവിടെ നോളജ് പാർട്ട്ണറെ കൊടുക്കുകയാണ്. ഒരാൾക്കൊരു വലിയ ബിസിനസ് ചെയ്യണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ അയാളുടെ കൂടെ, ആ വ്യക്തിയുടെ കൂടെ ഒരു നോളജ് പാർട്ട്ണറെ കൊടുക്കും. അത് കഴിഞ്ഞ് പദ്ധതി ഉദ്ഘാടനം ചെയ്യുന്നതുവരെ 10 നയ പൈസ കൈക്കൂലി കൊടുക്കണ്ട. എന്നാൽ ഇന്ന് കേരളത്തിൽ അതാണോ സ്ഥിതി? കേരളത്തിൽ ആംദൂറിലാണ് ഒരു പാവപ്പെട്ട മനുഷ്യൻ ഒരു എങ്ങനെയെങ്കിലും ജീവിക്കണം, കയ്യിൽ കിട്ടിയ പൈസയെല്ലാം ചേർത്തുകൊണ്ട് നാട്ടിൽ എന്തെങ്കിലും ഒരു ബിസിനസ് നടത്തി എങ്ങനെയെങ്കിലും ജീവിക്കാം ഉള്ളതുകൊണ്ട് എന്ന് കരുതി വന്ന് അവിടെ ഒരു കല്യാണ മണ്ഡപം പണിയാൻ പോയപ്പോഴല്ലേ ഗോവിന്ദൻ മാഷിയുടെ ഭാര്യ ശ്യാമള ടീച്ചർ ആ മനുഷ്യന് അനുമതി കൊടുക്കാതെ നാളുകൾ ദിവസങ്ങളോളം നടത്തി വലച്ച് അവസാനം ആത്മഹത്യ ചെയ്യേണ്ടി വന്നു. ഇവിടെ കൊല്ലത്താണ് നമ്മൾ കണ്ടത്. ഒരു കട തുടങ്ങിയിട്ടുള്ള ഒരു മനുഷ്യൻ അവനെ ബൂർഷയായിട്ട് ചിത്രീകരിച്ചു. അപ്പോൾ ഇവർക്ക് അമേരിക്കയിൽ ചികിത്സ വേണം, ഇവരുടെ കുട്ടിക്ക് വേറൊരു രാജ്യത്ത് പഠിക്കണം, ഇവരുടെ മകൾക്കാണെങ്കിൽ
നമ്മുടെ മാതാമൃതാനന്ദമയി അമ്മ പോലെയുള്ള സ്വാശ്രയ കോളേജ് നടത്തുന്ന അമ്മ എൻ്റെ ആരാധ്യയായിട്ടുള്ള ദേവീരൂപമായിട്ട് ഞാൻ മനസ്സിൽ വെച്ചിട്ടുള്ള ആളാണ്. പക്ഷേ അതുപോലെ ഏറ്റവും ഉന്നത നിലവാരമുള്ള കോളേജ് വേണം. പക്ഷേ ഇതൊന്നും ഇവിടെ സഖാവിൻ്റെ മകന് വേണ്ട, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരൻ്റെ മകന് വേണ്ട. അവൻ 10ാം ക്ലാസ് പഠിച്ചാൽ മതി, പിന്നെ ഇൻകുലാബ് സിന്ദാബാദ് വിളിച്ചാൽ മതി, കൊടി പിടിച്ചാൽ മതി. അവൻ മയക്കുമരുന്ന് അടിച്ചാലും അവർക്ക് പ്രശ്നമില്ല. അവൻ കശുവണ്ടി തൊഴിലാളിയുടെ മകനാണ് എന്നുണ്ടെങ്കിൽ ആ കശുവണ്ടി തൊഴിലാളിയായിട്ടുള്ള അമ്മയോട് നീതി പുലർത്താത്ത കുട്ടികൾ വീട്ടിൽ വളർന്നു വന്നാലും ഇവർക്ക് പ്രശ്നമല്ല. കാരണം ഇവരെ മാത്രമേ സ്നേഹിക്കുന്നുള്ളൂ. ഞാൻ മനസ്സിലാക്കിയിടത്തോളം MT വാസുദേവൻ നായരുടെ ഒരു കഥാപാത്രമുണ്ട്, സേതുവിനെ മാത്രമേ സ്നേഹിച്ചിട്ടുള്ളൂ. പിണറായി വിജയനെ മാത്രമേ സ്നേഹിക്കുന്നുള്ളൂ സ്വന്തം കുടുംബത്തോടൊപ്പം. വേറെ ആരെക്കുറിച്ചും അദ്ദേഹത്തിന് വ്യതയില്ല. ഇല്ലാത്തത് കൊണ്ടാണ് ഇന്ന് കേരളം ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്. നോക്ക്, ചോദിക്കുന്നത് എന്തും കൊടുക്കാൻ തയ്യാറുള്ള ഒരു പ്രധാനമന്ത്രി. കണക്കല്ലേ ചോദിച്ചുള്ളൂ. നിങ്ങൾ കൊണ്ടുപോയിട്ടുള്ള പണം എന്തു ചെയ്തു? ഞങ്ങൾ 65,000 കോടി രൂപ ഞങ്ങൾ ഇവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് റോഡിന് വേണ്ടി തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ റോഡിൻ്റെ പദ്ധതിക്ക് വേണ്ടി പണം കൊടുത്തോ ഇല്ലയോ? ഇത് ചോദിച്ചാൽ ഉത്തരം പറയണ്ടേ? നിങ്ങൾ എത്ര രൂപയാണ് അതിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, നിങ്ങൾ നൽകുന്നത് കേരള ഗവൺമെൻറ്? നിതിൻ ഗഡ്കരി പറഞ്ഞല്ലോ, 0 പൈസ, 1 രൂപ പോലും തരാതെയാണ് ഞാൻ ഈ റോഡിൻ്റെ വികസന പ്രവർത്തനങ്ങളെല്ലാം നടത്തിയതെന്ന് മുഖ്യമന്ത്രിയെ വേദിയിലിരുത്തിക്കൊണ്ടാണ് നിതിൻ ഗഡ്കരി സംസാരിച്ചത്. അപ്പോൾ ഉത്തരമില്ല. മന്ത്രി പോകുന്നത് വരെ പിണറായി വിജയൻ ഒന്നും മിണ്ടില്ല. അവരുടെ കൂടെയുള്ള വകുപ്പ് മന്ത്രിമാരും ഒന്നും പറയില്ല. പോയി കഴിഞ്ഞാൽ പത്രസമ്മേളനം നടത്തി. ധനകാര്യ വകുപ്പ് മന്ത്രി ബാലഗോപാൽ പറഞ്ഞു. ബാലഗോപാൽ കണക്ക് പറയുമ്പോൾ 2 കുറവ്. തോമസ് ഐസക് പറയുമ്പോൾ 1 കുറവ്. ഇവർ മസാല ബോണ്ട് ഉണ്ടാക്കിയിട്ടുള്ള തോമസ് ഐസക്കിനെ പോലെയുള്ള ധനകാര്യ വകുപ്പ് മന്ത്രിമാരെ ഉപയോഗിച്ചുകൊണ്ട് പല രീതിയിലും കോടികളുടെ തീവട്ടിക്കൊള്ള ഇവിടെ നടത്തി. എന്നാൽ ഇതിനെ പ്രതിരോധിക്കേണ്ടത് ആരാണ്? നിയമസഭയിലെ പ്രതിപക്ഷമാണ്. നിയമസഭയിലെ പ്രതിപക്ഷത്തിനെ പ്രതിരോധിക്കാൻ സാധിക്കാത്ത എന്തുകൊണ്ടാണ്? അഖിലേന്ത്യാ തലത്തിലിരിക്കുന്നവർ ശരിയല്ലാത്തത് കൊണ്ടാണ്. അങ്ങനെ ശരിയല്ലാത്ത ഒരു മനുഷ്യൻ ഇവിടെ ആലപ്പുഴ പാർലമെൻറ്റ് മണ്ഡലത്തിൽ കേരളത്തിലെ ജനങ്ങളെ ആകമാനം കാർന്ന് തിന്നുന്ന അഴിമതിഗ്രസ്തമായിട്ടുള്ള ഒരു സമീപനം സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിക്കെതിരെ ഈ തെരഞ്ഞെടുപ്പ് പോരാട്ടം എനിക്ക് നടത്താൻ സാധിച്ചു എന്ന് പറയുമ്പോൾ രണ്ടുപേരും, ആരിഫിന് ബാധ്യതയുണ്ടായിരുന്നു. ആരിഫിൻ്റെ കൂട്ടത്തിലുള്ള ഒരു സഖാവാണ് ഇവിടെ കരിമണൽ കർത്തയ്ക്കെതിരെ സമരം നടത്തിയിട്ട് കാണാതായതല്ല, കൊന്നുകളഞ്ഞതാണ്. ആ കൊല ചെയ്യപ്പെട്ട മനുഷ്യൻ തോട്ടപ്പള്ളിയിൽ, അവരുടെ കുടുംബം ഇപ്പോഴുമുണ്ട്. ആ മനുഷ്യനെ പോയി കണ്ട് ഇതെൻ്റെ സഹപ്രവർത്തകനാണ്, ഈ കാര്യം അന്വേഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പരാതി കൊടുത്തോ ആരിഫ്? മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടോ? ആരാ ഈ മനുഷ്യനെ കൊന്നുകളഞ്ഞെന്ന് ചോദിച്ചോ? ഇല്ലല്ലോ. ഇത് തന്നെയല്ലേ കരുവന്നൂരിലുണ്ടായത്? ഒരു അരുൺ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ അർദ്ധരാത്രിയിൽ 1 മണിക്ക് പെട്ടെന്നൊരു സാഹചര്യത്തിൽ ബൈക്ക് ആക്സിഡൻറ്റിൽ കൊല ചെയ്യപ്പെടുന്നു, കൊല്ലുന്നു. എന്താ അരുണിൻ്റെ പശ്ചാത്തലം? എന്താണ്? ആ ചെറുപ്പക്കാരൻ അമ്മ ഭ്രാന്തിയായിട്ടിരിക്കുകയാണ്. കാരണം അരുണിന് ചില രേഖകൾ അറിയാമായിരുന്നു. അരുൺ ജയിലിനകത്ത് കിടക്കുന്ന സതീശൻ്റെയും അരവിന്ദാക്ഷൻ്റെയും കൂട്ടാളിയായിരുന്നു. അരവിന്ദാക്ഷന് എല്ലാ കാര്യങ്ങളും ജയിലിൽ കൊണ്ടുപോയി കൊടുത്തിരുന്ന പാർലക്കാട്ടുകാരനായ അരവിന്ദാക്ഷൻ്റെ വീടിനടുത്തുള്ള മനുഷ്യൻ അവനെയും ഭാര്യയെയും ഭീഷണിപ്പെടുത്തി. അയാൾ റെയിൽവേ ട്രാക്കിൽ ചാടി മരിച്ചു. 1 മാസം കഴിഞ്ഞിട്ടില്ല. ഇതാണ് ഈ കേരളത്തിലെ അവസ്ഥ. എന്താണ് കമ്മ്യൂണിസ്റ്റുകാർ പ്രതികരിക്കാത്തത്? എന്താണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ അധികാര കേന്ദ്രത്തിലുള്ളവർ പ്രതികരിക്കാത്തത്? ഈ ചോദ്യം ഇവിടുത്തെ സാധാരണക്കാർ ചോദിക്കേണ്ട സമയം സമാഗതമായിട്ടുണ്ട്. ഞാൻ ചെറുപ്പക്കാരായിട്ടുള്ള കുട്ടികളോട്, 18 വയസ്സ് കഴിഞ്ഞ കുട്ടികളോട് പറയുന്നത് എന്താണെന്ന് അറിയുമോ? നിങ്ങളെയൊക്കെ കണ്ണിലെ കൃഷ്ണമണി പോലെ അച്ഛനും അമ്മയും വളർത്തി വലുതാക്കിയിട്ട് നിങ്ങളുടെ വീടിനും ഈ നാടിനും നല്ലവരാക്കി മാറ്റാൻ വേണ്ടി പരിശ്രമിക്കുമ്പോൾ നിങ്ങളുടെ നേതാക്കന്മാർ നിങ്ങളെ നശിപ്പിക്കുകയാണ്. അവരുടെ മക്കൾ നന്നായി പഠിക്കുകയാണ്, അവരുടെ മക്കൾ സുഖമായി ജീവിക്കുകയാണ്. നിങ്ങളുടെ അമ്മ ഒരു നേരത്തെ ഒരു പിടി അരിക്ക് ഗതിയില്ലാതെ കരയുകയാണ്. ആ സമയത്ത് നിങ്ങളിൽ പലരും മയക്കുമരുന്നിന് അടിമകളാകുന്നുണ്ടെങ്കിൽ, നിങ്ങളെ ചട്ടുകമാക്കിയിട്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതെല്ലാം നിർത്തണം. എന്നിട്ട് നേരായ മാർഗത്തിലേക്ക് എൻ്റെ മക്കൾ കടന്നു വരണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന് മുന്നിൽ നിൽക്കുന്നത്. എനിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയമില്ല. ഞാൻ BJPക്കാരുടെ മാത്രം നേതാവായിട്ടല്ല നിൽക്കുന്നത്. ഈ കേരളത്തിൽ നമുക്കൊരു മാറ്റം ഉണ്ടാക്കണം എന്നുള്ള ദൃഢപ്രതിജ്ഞയോട് കൂടിയിട്ടാണ് ഞാൻ ഈ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൻ്റെ മുന്നിൽ നിൽക്കുന്നത്. ആദ്യമേ പരാമർശിച്ച പോലെ തന്നെ കരിമണൽ കർത്ത അദ്ദേഹത്തിൻ്റെ പശ്ചാത്തലമൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ നേരത്തെ കോൺഗ്രസിന് പോലും വലിയൊരു തിരിച്ചടി ഉണ്ടായ സാഹചര്യം ഉണ്ടായിരുന്നു. VM സുധീരൻ മത്സരിച്ച സമയത്തൊക്കെ തന്നെ അദ്ദേഹത്തിന് പിന്നെ തിരഞ്ഞെടുപ്പിൽ നിന്ന് മാറി രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് മാത്രം മുഴുകേണ്ട ഒരു സാഹചര്യം പോലും ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിനെതിരെ ഇങ്ങനെ ഒരു വിമർശനം ഉന്നയിക്കുമ്പോൾ അത് തിരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്ന ഭയമുണ്ടോ? എന്നെ സംബന്ധിച്ച് എന്നെ എങ്ങനെയെങ്കിലും കൊട്ടേഷൻ പോലെ ഭയപ്പെടുത്തിക്കൊണ്ട് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് കർത്തയ്ക്കെതിരെ സംസാരിക്കുന്നതിൽ നിന്ന് പിന്തിരിക്കാൻ ആവശ്യമായ എല്ലാ നടപടിക്രമങ്ങളും അവരാലോചിച്ചതാണ്. പക്ഷേ ഞാൻ അതിനെയൊന്നും ഭയപ്പെടുന്ന ആളല്ല. ഞാൻ ഇതിനേക്കാൾ വലിയ സമരങ്ങൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഒറ്റ പോയിൻ്റേ ഉള്ളൂ. ജനം എവിടെയാണോ നിൽക്കുന്നത്
ആ ജനത്തോടൊപ്പം നിൽക്കുക എന്നുള്ളത് എൻ്റെ തൻ്റെ ഇടമാണ്. അത് ഞാൻ മുന്നോട്ട് കൊണ്ടുപോകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. VM സുധീരൻ സാറിന് എന്താണ്, അദ്ദേഹം നല്ല ഒരു ലീഡറായിരുന്നു, വേറെ പാർട്ടിക്കാരനാണ്, പക്ഷേ നല്ല പല കാര്യങ്ങളിലും നല്ല നിലപാടുകൾ എടുത്തിട്ടുള്ള ഒരു മനുഷ്യനാണ്. എനിക്ക് ഓർമ്മയുണ്ട്, മലബാർ സിമൻസിലെ അഴിമതി കേസ് ഉണ്ടായപ്പോൾ ആ മലബാർ സിമൻസുമായി ബന്ധപ്പെട്ടുകൊണ്ട് 3 പേരാണ് സമരരംഗത്ത് അന്ന് വന്നത്. അതിലൊരാൾ അച്യുതാനന്ദനാണ്. അന്ന് അദ്ദേഹം മുഖ്യമന്ത്രിയാണ്, പക്ഷേ അദ്ദേഹം നിന്നത് മലബാർ സിമൻസിലെ ശശീന്ദ്രൻ്റെ കൂടെയാണ്. 2 കുട്ടികളെ കൊന്ന് കെട്ടിത്തൂക്കിയ ആ ശശീന്ദ്രൻ്റെ കൊലപാതകത്തെ ഒന്നുമല്ലാതാക്കി തേച്ചുമാച്ച് കളയാൻ വേണ്ടി പരിശ്രമിക്കുകയും അതിൽ വിജയിക്കുകയും ചെയ്ത ഇവിടുത്തെ ചില നേതാക്കന്മാരുടെ മുന്നിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, അന്ന് അച്യുതാനന്ദനെ കാണാൻ ഞാൻ നേരിട്ട് പോയി. ഞാനൊരു വേറെ പാർട്ടിയുടെ ആളാണ്, പക്ഷേ ഞാൻ പോയി പറഞ്ഞ കാര്യങ്ങൾ, പേപ്പറുകൾ, ഫയലുകൾ വാങ്ങി നോക്കാൻ അച്യുതാനന്ദൻ തയ്യാറായി. അതുപോലെ തന്നെയാണ് അതിന് തൊട്ട് മുൻപ് ഇവിടെ തൃശ്ശൂരിലെ ഒരു പ്രമുഖമായിട്ടുള്ള ഹോസ്പിറ്റലിൽ അവിടെ നിന്ന് പെൺകുട്ടികളെ ഗൾഫിലേക്ക് കടത്തിക്കൊണ്ടു പോകുന്നു എന്നുള്ള ഒരു വിഷയമുണ്ടായപ്പോൾ അതിലും എനിക്ക് നേരിട്ട് പരാതി കൊടുക്കാൻ സാധിച്ചു. പക്ഷേ അച്യുതാനന്ദൻ എന്ന് പറയുന്ന വ്യക്തിക്ക് ഒന്നും ചെയ്യാൻ സാധിക്കാതെ പോയി. കാരണം ചുറ്റും നിൽക്കുന്നത് ഇത്തരത്തിലുള്ള വലിയ നീരാളിപ്പിടുത്തത്തിനകത്തായി പോയി അദ്ദേഹം എന്നുള്ളതാണ്. കുറേ കൂടി കാര്യങ്ങൾ ചെയ്യണമെന്ന ആഗ്രഹമുണ്ടെങ്കിലും അദ്ദേഹത്തിനും ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. അന്ന് അച്യുതാനന്ദനും VM സുധീരനും അതുപോലെ തന്നെ എനിക്കും ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഈ വിഷയത്തിൽ CBI അന്വേഷണം വരെ വരുത്തിക്കാൻ സാധിച്ചിട്ടുള്ള ഒരു സാധാരണക്കാരിയാണ് ഞാൻ. അപ്പം അതുകൊണ്ട് കർത്ത എന്ന് പറയുന്ന വ്യക്തിയല്ല, അതിനേക്കാൾ വലിയ കർത്തയും ശിശ്രാമോല അതിലും വലിയ ആളാണ്. ശിശ്രാമോലയുടെ കുടുംബം എന്ന് പറയുന്നത് രാജസ്ഥാനിലെ കോടീശ്വരന്മാരായിട്ടുള്ള കർത്തയുടെ ഒരു 4 ഇരട്ടി സ്വത്തുവകകളുണ്ട്. അപ്പോൾ ഈ കർത്തയേക്കാളും ശിശ്രാമോലയേക്കാളും വലിയ ആളാണ് വേണുഗോപാൽ. അപ്പം പിന്നെ വേണുഗോപാലിനെ ഭയപ്പെടണ്ടേ? അതിലൊന്നും അർത്ഥമില്ല. പൊതുപ്രവർത്തനം നടത്തുന്ന സമയത്ത് ഞാനും തീരുമാനിച്ചിട്ട് അത് തന്നെയാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ എപ്പോഴാണ് മടക്കം എന്നുള്ളതിനെക്കുറിച്ച് ഒരു പ്രതീക്ഷയും വെച്ചിട്ടല്ല നമ്മൾ മുന്നോട്ട് പോകുന്നത്. പക്ഷേ പറഞ്ഞ കാര്യത്തിൽ ഉറച്ചു നിൽക്കും, മുന്നോട്ട് പോകും. ഇവിടുത്തെ ജനങ്ങളെ കൊള്ളയടിക്കാൻ, അത് ആലപ്പുഴയിൽ, ഈ തോട്ടപ്പള്ളിയിൽ, ഈ പരിസര പ്രദേശത്ത് കൊള്ളയടിക്കാൻ അനുവദിക്കില്ല എന്ന് തീരുമാനമെടുത്തുകൊണ്ട് തന്നെ ഞാൻ മുന്നോട്ട് പോകും. അതുപോലെ പ്രധാനമായും പറയേണ്ട ഒരു വിഷയമെന്ന് പറയുന്നത്, ആലപ്പുഴയിൽ നിലവിൽ കടന്നു വരുമ്പോൾ ഈ പറഞ്ഞ കരുനാഗപ്പള്ളി മുതൽ അരൂര് വരെയുള്ള സ്ഥലത്ത് നിരവധി സ്ഥാപനങ്ങളാണ്, ബഹുനില കെട്ടിടങ്ങളാണ് പണി കഴിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ ഭൂരിഭാഗം കെട്ടിടങ്ങളും ഒഴിഞ്ഞു കിടക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. അതോടൊപ്പം തന്നെ ആലപ്പുഴയുമായി ബന്ധപ്പെട്ടൊരു മെഡിക്കൽ കോളേജുമായി നിരവധി ആരോപണങ്ങൾ ജനങ്ങൾ തന്നെ ഉന്നയിക്കുന്നുണ്ട്. ഇതൊക്കെ എന്തുകൊണ്ടാണ്? കാര്യം മാറി മാറി ഭരണമുണ്ടായിരുന്നു, അതിലൊന്നും തന്നെ ഒരു മാറ്റം സംഭവിക്കുന്നില്ല എന്നാണോ ജനങ്ങൾ പറയുന്നത്, പ്രത്യേകിച്ച് ജനങ്ങളുമായി നേരിട്ട് സംവദിക്കുമ്പോൾ? അല്ല, മാറി മാറി ഭരണം കേരളത്തിൽ നടക്കുന്നുണ്ടല്ലോ. ഏറ്റവും കൂടുതൽ കാലം ഭരിച്ചത് 2 കോൺഗ്രസ് മാർക്സിസ്റ്റ് പാർട്ടിയും ഇത്രയും വർഷം ഭരിച്ചിട്ട് 10 വർഷം ഭരിച്ച നരേന്ദ്രമോദിജിയുടെ 1000-ൽ-1 വികസനം കേരളത്തിന് കൊടുക്കാൻ അവർക്ക് സാധിച്ചില്ലല്ലോ. കേന്ദ്രത്തിലും കേരളത്തിലും ഒരുമിച്ച് ഒരു ഭരണം നടത്തിയല്ലോ കോൺഗ്രസ്, എന്നിട്ടും അവർക്ക് വിജയിക്കാൻ സാധിച്ചില്ലല്ലോ. അപ്പം ജനങ്ങളെ സംബന്ധിച്ച് ഇവിടെ ഒന്നുമില്ലാതാക്കിയതിൻ്റെ, ഈ ആലപ്പുഴ പാർലമെൻറ്റ് മണ്ഡലത്തെ തകർത്ത് കളഞ്ഞതിൻ്റെ പരിപൂർണ ഉത്തരവാദിത്വം അത് കോൺഗ്രസിനാണെങ്കിൽ, രണ്ടാമത്തെ ഉത്തരവാദിത്വം മാർക്സിസ്റ്റ് പാർട്ടിക്കുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഇതെല്ലാം ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ടമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്തവണ BJP എന്തായിരുന്നാലും കേരളത്തിൽ അക്കൗണ്ട് തുറക്കുമെന്നാണ് BJP നേതാക്കൾ പറയുന്നത്. അത് ആലപ്പുഴയിൽ നിന്നായിരിക്കുമോ തുടക്കം? അല്ല, BJP അക്കൗണ്ടുകൾ തുറക്കും ഇത്തവണ. അതിൽ ഒരു കുഞ്ഞിത്താമര അത് ആലപ്പുഴ പാർലമെൻറ്റ് മണ്ഡലത്തിൽ നിന്നായിരിക്കും. എന്താണ് ജനങ്ങൾക്കിനി നൽകാനുള്ള, ജനങ്ങൾക്ക് നൽകുമെന്ന് പറയുന്ന, ഉറപ്പായും പാലിക്കാൻ കഴിയുന്ന വാഗ്ദാനം? അല്ല, ഞാൻ ആലപ്പുഴ പാർലമെൻറ്റ് മണ്ഡലത്തിലെ ജനങ്ങളോട് പറഞ്ഞിട്ടുള്ളത്, വികസനത്തെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള രൂപരേഖ അവതരിപ്പിച്ചുകൊണ്ട് ഇപ്പം എന്നെ തന്നെ കാണാൻ വരുന്നത് മുൻ മുഖ്യമന്ത്രിമാരുടെ കൂടെ വരെ പ്രവർത്തിച്ച, കഴിഞ്ഞ കാലത്തെ വ്യവസായ വകുപ്പ് മന്ത്രിമാരുടെ കൂടെ വളരെ പവർഫുള്ളായിട്ട് പ്രവർത്തിച്ച വേറെ പാർട്ടിക്കാരായിട്ടുള്ള ആളുകൾ പോലും നമ്മളെ കാണാൻ വരികയും ആലപ്പുഴ പാർലമെൻറ്റ് മണ്ഡലത്തിലേക്ക് സമഗ്രമായ വികസനത്തിന് ഞങ്ങൾ തന്നെ അതിനാവശ്യമായിട്ടുള്ള രൂപരേഖ ഉണ്ടാക്കി തരാമെന്ന് പറയുന്ന വേറെ പാർട്ടിക്കാരെ പോലും എനിക്ക് ഈ പാർലമെൻറ്റ് മണ്ഡലത്തിൽ വന്നപ്പോൾ കാണാൻ സാധിച്ചു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ആളുകൾ ശോഭാ സുരേന്ദ്രനെ അല്ലെങ്കിൽ ഒരു ശോഭയെ നോക്കുന്നു എന്നുള്ളതാണ്. ശോഭയിലൂടെ ആലപ്പുഴ പാർലമെൻറ്റ് മണ്ഡലത്തെ വികസിപ്പിക്കാൻ സാധിക്കുമോ എന്ന് അവർ മനസ്സ് തരുന്നു എന്നുള്ളതാണ്. അവരുടെ ആ മനസ്സിനെ ഒരു ജനസഭയെ വിളിച്ചു ചേർത്തുകൊണ്ടായിരിക്കും ഞാൻ എങ്ങനെ മുന്നോട്ട് പോകണം, ആലപ്പുഴ പാർലമെൻറ്റ് മണ്ഡലത്തിൽ വിജയിച്ചു കഴിഞ്ഞാൽ എന്നുള്ളത് എൻ്റെ നാട്ടിലെ ജനങ്ങൾ തീരുമാനിക്കും. അതിനകത്ത് എല്ലാവരും ഉണ്ടാകും. കർഷകരുണ്ടാകും, മത്സ്യത്തൊഴിലാളികളുണ്ടാകും, ഇവിടുത്തെ വിവിധ മേഖലകളിൽ ജീവിക്കുന്ന ആളുകളുണ്ടാകും, വ്യവസായ പ്രമുഖന്മാരുണ്ടാകും. അതൊരു സമഗ്രമായിട്ടുള്ള മുന്നേറ്റമായിരിക്കും. എന്തായിരുന്നാലും മലയാളി വാർത്തയോട് ഇത്രയധികം സമയം ചിലവഴിച്ച ആലപ്പുഴയിലെ NDA സ്ഥാനാർത്ഥിയായ ശ്രീമതി ശോഭാ സുരേന്ദ്രൻ എല്ലാവിധ വിജയാശംസകളും നേരുകയാണ്.